പുങ്കിളി വർക്കൊന്ന് കണ്ടെങ്കിട് വന്നേ നിങ്ങള്. ഷോർട്ട് കുർത്തീസ് 199 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓൺലൈൻ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഐറ്റംസ് പെട്ടതാണ് ഈ കാറ്റഗറി ഒക്കെ. പൊന്നു ആരായാലും നോക്കി പോകുന്നു. അതിന്റെ ദുപ്പട്ട അടക്കം ഫുൾ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ റേറ്റ് ആണ് സ്പെഷ്യൽ ഹൈലൈറ്റ്. ഈ ഒരു ലുക്ക്, ഈ ഒരു പാറ്റേൺ ഞാൻ ഫ്ലാറ്റ് ആയി. ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതാ പറഞ്ഞത് വെസ്റ്റേൺസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഒരു റേറ്റുകൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഹൈ ലെവലാണ്. ഇതൊക്കെ ഏറ്റവും നോർമൽ റേറ്റിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റും, കാരണം ഇത് അത്രയും യുണീക്ക് ആയിട്ടുള്ള ലൈറ്റാണ്. വർക്കാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഓൺലി ടോപ്പിൽ വരുന്ന ഡെനിംസ്. ഇത് നമുക്ക് മൽച്ചന്തേരി ഫാബ്രിക്. ഇത് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്. ഇങ്ങനെ ഒരു ഹിഡൻ സ്പേസ് ഉണ്ടെന്നുള്ളത് കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. മൽഷിനോൺ ആണ് ഫാബ്രിക്. എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂട്ടാ. കണ്ണൂരിലെ ആദ്യത്തെ ഹോൾസെയിൽ സംരംഭം നമ്മുടേതാണ്. പാർട്ടി നമ്മളൊരു യൂണീക്ക് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട്. ബീഡ്സ് ആൻഡ് ഹാൻഡ് വർക്ക്സ് ആണ്. ഹൈലോ പാറ്റേൺ. ഇതൊക്കെ പ്രിന്റിന്റെ അവൈലബിൾ പ്രിന്റ്സ്. ചൈന ഫാബ്രിക്കിൽ വരുന്ന ഒരു വെസ്റ്റേൺ ഷോർട്ട് കുർത്തി. ബ്രാൻഡിന്റെ പേര് ഗൗഡി. അപ്പൊ കടയുടെ പേര് കളർഫുൾ. ഹോട്ട് സെല്ലിംഗ് ആയിട്ടോട്ടെ. ഇത് 2 പീസ് ആണ്. ഒരു കഫ്താൻ, ഡെനിമില് കഫ്താൻ. ഇപ്പം എല്ലാവർക്കും അറിയാം ട്രെൻഡിങ്ങിലായിട്ട് ഇപ്പൊ ഫിഷ് കട്ട്. അതും കസ്റ്റമർ ഈസ് കിങ്. ഫോർ us കസ്റ്റമർ ഈസ് കിങ്. ദാറ്റ്സ് ഓൾ. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ. ഇവിടെ നേരെ പോയാലും ഇങ്ങനെയൊക്കെ നടന്നാലും മാർക്കറ്റ് റോഡിൽ എന്ന് പറയുമ്പോൾ നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന വഴി എന്ന് പറയുമ്പോൾ ഈ മൂന്നുകൂടിയ ജംഗ്ഷനാണ്. ഈ മൂന്നുകൂടിയ ജംഗ്ഷൻ ഹൃദയഭാഗം എന്നാണ് അറിയപ്പെടുന്നത്, നമ്മുടെ മാർക്കറ്റിലത്തെ ഹൃദയഭാഗം. അപ്പം ആ കാണുന്ന വഴി എന്ന് പറയുമ്പോൾ പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ ആ കാണുന്ന വഴി. പിന്നെ ഈ കാണുന്നത് കോൺവെന്റ് ജംഗ്ഷനാണ്. തൊട്ട് നേരെ കാണുന്ന വഴി എന്ന് പറയുന്നത് മാർക്കറ്റ് റോഡ് എന്നും അറിയപ്പെടും. കോൺവെന്റ് ജംഗ്ഷൻ അവിടെ ആ മൂലയ്ക്ക്. ഇനി ആ ബസ് വഴിക്ക് വരുമ്പോൾ നമുക്ക് മേനകയിൽ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ CSB ബാങ്ക് കാണാം. CSB ബാങ്ക് അതിൻ്റെ ജസ്റ്റ് തൊട്ട് അടുത്തുള്ള MNF ആർക്കേഡ് ബിൽഡിംഗ്. യെസ്, ഈ ബിൽഡിങ്ങിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് നമുക്കിങ്ങനെ സമാധാനമായിട്ട് നടക്കാം. അപ്പോൾ ചായച്ചേട്ടനുണ്ട്, ചായയൊക്കെ കുടിക്കാം. അതുപോലെ തന്നെ അവരും ചായ മേടിച്ച് തരും കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ വണ്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ വരുമ്പോൾ സാധാരണ വണ്ടിക്ക് പാർക്കിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ ആകെ ഒരേ സ്ഥലം കുറച്ചുകൂടി സ്പേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് തന്നെയാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ വണ്ടി കൊണ്ട് വന്നു. നമ്മുടെ ഓണർ തന്നെയായിരുന്നല്ലോ. ഞാൻ പാർക്കിംഗ് കാണിച്ചിട്ട് വരാം. വാ. അപ്പോൾ വണ്ടിയായിട്ട് വരുമ്പോൾ 2 വീലറോ കാറോ അതേ വീഴാൻ പോകും. 2 വീലറോ കാറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്താ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇറങ്ങി നോക്കാം എത്രത്തോളം വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. വാ, എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂട്ടാ. എത്ര വണ്ടി എന്ന് ഉദ്ദേശിക്കണോ 1, 2, 10, 50 അല്ല 100 വണ്ടി വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാണുന്ന സ്പേസിൽ മാത്രമാണോ വണ്ടി ഇടാനുള്ള സൗകര്യം? അങ്ങനെയല്ല. ഇവിടെ ഒരു 100 വണ്ടി താഴ്ത്തുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു വണ്ടി ഇതേപ്പോൾ വരുന്നുണ്ട്. വണ്ടി അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു സ്പേസിൽ കുറവ് കാണണം, പക്ഷേ ടെറസിൻ്റെ മുകളിലൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. വണ്ടി വരൂ. എന്താ വരില്ലേ? വരൂ ചേട്ടാ, ഇങ്ങോട്ട് വാ. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ ഒന്ന് കാണിച്ചു തരാം. വരൂ. വാ. കണ്ട വണ്ടി വരുമ്പോ കറക്റ്റ് ആയിട്ട് ആംഗിൾ നോക്കി കറക്റ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കില്ലേ? അല്ല ചേട്ടാ, നമ്മുടെ ആൾക്കാരൊക്കെ വരുമ്പോ നമ്മുടെ ആൾക്കാർക്കൊക്കെ വണ്ടി പാർക്കിംഗ് സൗകര്യമായിട്ട് ചെയ്ത് കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ രാവിലെ തൊട്ടുണ്ടാവും ഇവിടെ വണ്ടി. രാവിലെ 8:30 മണി മുതൽ സന്ധ്യ വരെ ഒക്കെ ഉണ്ടാവും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതെ ഒരു വണ്ടി ഇതേ പാർക്കിംഗ് വന്നുകൊണ്ടിരിക്കണോ. ഇതിപ്പോ മുകളിലേക്കാ പോവാ അല്ലെങ്കിൽ ഇവിടുത്തെ മുകളിലേക്കാണ് പോവാ? ടെറസിന്റെ മുകളിലും. അപ്പൊ എത്ര 100 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം? അവിടെ ഒരു 10-40 വണ്ടി പാർക്ക് ചെയ്യാം. അതിന് മൊത്തത്തിൽ ഒരു 100 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അതാ വണ്ടിയായിട്ട് ഇങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ വണ്ടി മുകളിലേക്കാണ് പോണത്. മുകളിലേക്കുള്ള ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ എക്സാക്ട് വന്നിരിക്കണ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വണ്ടിയായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ആ ചേട്ടനോട് ചോദിച്ചാൽ മതി. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് ത്രൂ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് അടുത്ത 2 വീലർ വരുന്നു പാർക്കിങ്ങിന്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്നുള്ള വഴിയും കൂടി കാണിച്ചു തരാം. വരൂ. ഇതിവിടെയാണ് പാർക്ക് ചെയ്യണത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലിഫ്റ്റിൽ കയറാം. അതുപോലെ തന്നെ ഇതിൽ കൂടെ കയറുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തൊട്ട് അടുത്തുള്ളൊരു വഴിയുണ്ട്. ഈ വഴി കൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ആ അറ്റം വരെ എത്തണം കേട്ടോ. അവിടെ നമുക്ക് ആ അറ്റം വരെ. അപ്പോൾ നമുക്കിത് പോവാം.
അങ്ങനെ നമ്മൾ ഇതാ അറ്റം വരെ എത്തി കഴിയുമ്പോൾ നമുക്കിത് ആ ഡിസ്പ്ലേയിൽ ഞാൻ സെയിം ഇട്ടിരിക്കുന്ന ആ ഒരു സെയിം പീസാണ് കേട്ടോ. ഞാൻ ലാർജ് ആണ് വെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതേതാന്ന് ചോദിച്ചാൽ നോക്കേണ്ടി വരും. എന്തായാലും ഇത് സിംഗിൾ പീസാണ്. ഇതിൻ്റെ കൂടെ പാൻറ് ഇല്ല, പാൻറ് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അകത്ത് ചെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന കളർഫുൾ ഹോൾസെയിൽ ഡീലർ. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റം മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബുട്ടിക് കളക്ഷൻസ് ആണ്. ഈ ബുട്ടിക്കിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഡബിൾ ട്രിപ്പിൾ മാർജിനൊക്കെ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതും മൊത്തം 4 ഫ്ലോർ ഉണ്ട്. 3 ഫ്ലോർ ആണെങ്കിൽ മൊത്തം നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫ്ലോറിൽ എന്താ പറയുക ഗോഡൗൺ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തായാലും കയറാൻ പോവാണ്. അത്യാവശ്യം തിരക്കുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം ഐശ്വര്യമായിട്ട് തന്നെ ബുട്ടിക് കളക്ഷൻസ്. യെസ്, നമുക്ക് അങ്ങനെ കയറുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ സിംഗിൾ പീസ്, 2 പീസ്, 3 പീസ്, പിന്നെ നമുക്ക് ഷോർട്ട് കുർത്തീസും അതുപോലെ തന്നെ ടോപ്സും അവൈലബിൾ ആണ്. ജീൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്സുകൾ. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബുട്ടിക് കളക്ഷൻസ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ നല്ല മെറ്റീരിയൽ വൈസ് ആയാലും വർക്ക് വൈസ് ആയാലും ആരൊക്കെ കിട്ടും. ഇപ്പോൾ ഇതിൽ സ്റ്റാഫ് ചെയ്ത ഹലോ ഹായ്, സുഖാണോ? നിങ്ങളെ ഇങ്ങനെ ഒരു ഹിഡൻ സ്പേസ് ഉണ്ടെന്നുള്ളത് കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇത്രയും നാള് അവിടെ മാർക്കറ്റിന് തൊട്ട് പുറത്തായിരുന്നു. ഇപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ടേക്ക് ഇപ്പം ഒരു 6 months ആയി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ 2022 മുതൽ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, എറണാകുളം മാർക്കറ്റിലുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ 10-25 വർഷമായിട്ട് കണ്ണൂർ മാർക്കറ്റ്, ഓൾറെഡി കണ്ണൂരിലെ ആദ്യത്തെ ഹോൾസെയിൽ സംരംഭം നമ്മുടേതാണ് കണ്ണൂർ മാർക്കറ്റിൽ. അതിനുശേഷം 2022 മുതൽ നമ്മളെ കൊല്ലത്തുനിന്നും ട്രിവാൻഡ്രത്തുനിന്നും ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് കണ്ണൂർ വരാൻ തുടങ്ങി. അവർക്ക് വേണ്ടി കൂടുതൽ പ്രിഫറൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു കടയിലത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബുട്ടിക് കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. അതും ഡബിൾ ട്രിപ്പിൾ മാർജിൻ ഇട്ടിട്ട് കിട്ടാൻ പറ്റുന്ന കളക്ഷൻസ്. പിന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. പിന്നെ നമ്മുടെ ഐറ്റംസ് എന്ന് വെച്ചാൽ യുണീക്ക് ആയിരിക്കും, ഡിഫറെന്റ് ഐറ്റം ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് പലതരം അവൈലബിൾ ആയിട്ടുള്ള പ്രീമിയം വെഡിങ് ടേസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രം അത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലോ. യൂണിക്ക് കളർഫുൾ കിട്ടണമെങ്കിൽ കളർഫുൾ തന്നെ വരണം. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് വെറൈറ്റീസ് എനിക്ക് കാണാം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നോർമൽ ആ ഒരു ഡെയിലി ബേസിലുള്ളതാണ്. എന്നാൽ പോലും നമുക്ക് ബുട്ടിക്കാന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നോർമൽ ആയിട്ടുള്ളതും ഉണ്ട്. അതിന്റെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പം നോർമൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോർട്ട് കുർത്തീസ് 199 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ പ്രീമിയം വർക്ക്ഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു 699 മുതൽ വർക്ക് തൊട്ടിട്ട് നമുക്കൊരു 4000 വരെ റേഞ്ചിലുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കോഡ് സെറ്റ് ആണെങ്കിലും നമുക്ക് 499 മുതൽ 399 മുതലൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് സെറ്റ്സ്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റാണ് പറയണത്. എക്സാക്ട് റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വരാം. നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്, എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ്. അതുപോലെ തന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി ആള് മുതലാളിയാണ് അല്ലേ? പാർട്ട്ണറാണ്. എന്തായാലും മുതലാളി. അപ്പൊ ആള് സീറ്റിലിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് കുറച്ചൊന്ന് നടന്ന് കാണാനുണ്ട്. ഇവിടത്തെയും അതുപോലെ മുകളിലായിട്ട് അങ്ങനെ 4 ഫ്ലോർ ഉണ്ട്. അതിലിപ്പോ കുറച്ച് കളക്ഷൻസ് നമുക്ക് തൂണും ചാരി നിൽക്കുന്ന നമ്മുടെ ചുള്ളനെ പിടിക്കാം. എന്താണ് പേര്? സൽമാൻ ഖാനാ? ഓക്കെ, സൽമാൻ ഖാൻ. നമുക്ക് കുറച്ച് ഇത് ഞാൻ ഇട്ടിരിക്കുന്ന സംഭവം അല്ലേ? സെയിം സാധനം ഡബിലും അതിന്. ഇതിപ്പോ കുറച്ച് ട്രെൻഡാന്ന് തോന്നുന്നു. സ്ലീവിലും ഹാൻഡ് വർക്കിലും ഒരേപോലെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയൽ മത്സ്യന്തി അതില് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവര് ബുട്ടിക് ഇൻഹൗസ് പ്രൊഡക്ഷൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തന്നെ. 3 കളേഴ്സ്. അപ്പൊ ഈ 3 കളേഴ്സ് എടുക്കണം നിർബന്ധമാണോ, അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം കസ്റ്റമേഴ്സ് വരാൻ? എല്ലാം കളർ എടുക്കണം എന്നില്ല. അത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇപ്പൊ ഇതില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലും ഡബിൾ എക്സൽ അങ്ങനെ 4 എണ്ണം ഒരു സെറ്റിൽ ഉണ്ടാവും. അത് സെറ്റ് അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. അത് നിർബന്ധമുള്ള കാര്യമാണ്. ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടുന്ന് പിക്ക് ചെയ്തോ, നോ ഇഷ്യൂ. പിന്നെ വരുന്ന അടുത്തൊരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ പറഞ്ഞോ. മെറ്റീരിയൽ അറിയില്ലേ? അതാണ് കണ്ട, ഏതൊരാൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം മൽച്ചന്ദരിയാണ്. കാരണം തുണി അതുപോലെയാണ്. പിന്നെ അതുപോലെ വർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ഇതിന് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എ-ലൈൻ സ്റ്റൈൽ, എ-ലൈൻ അല്ലേ? എ-ലൈൻ സ്റ്റൈൽ. ഇതൊക്കെ സിംഗിൾ കുർത്തിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ തന്നെ 2 പീസും 3 പീസും ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഗ്രൗണ്ട് ഫ്ലോർ, അതുപോലെ 1, 2, 3 അങ്ങനെ മൊത്തത്തിൽ 4 ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് കുറച്ചുകൂടി പ്രീമിയം സെക്ഷൻ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊരു കളക്ഷൻ കണ്ടില്ലേ? കളേഴ്സ് ആണ്. അതുപോലെ ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം. അടിപൊളി ഒരു ഫുൾ ത്രെഡ് വർക്കിൽ അല്ലേ? മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബേച്ചിലാണ്, സ്ലീവിലും വർക്ക് പോയിട്ടുണ്ട്. ബേച്ച് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതൊക്കെ ഒരു ബുട്ടിക് ടേസ്റ്റ് ആണ്. അല്ലാണ്ട് കുറെ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അടുത്ത കളക്ഷൻ കാണിക്കൂ. സൽമാൻ ഉഷാറാവ്. ചടപടാന്ന് കാണിക്കേ. പോരട്ടെ? പറയ്.
ഞാൻ പറയണതാ. അത് ശരി. കസ്റ്റമർ നിൽക്കുകയാണെങ്കിൽ ആളെ വെറുതെ വിടൂലേ. ഇപ്പൊ നമ്മള് ക്യാമറ ആയിട്ട് വന്നപ്പോഴേക്കും പേടിയായി. നീ എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങോട്ട് കണ്ണിലേക്ക് നോക്കൂ. കണ്ണിലേക്ക് പറ. ഇത് ശരിയാവൂല കേട്ടോ. നമുക്ക് നമ്മുടെ ഓർഡർ തന്നെയാണ് ബെസ്റ്റ്. എന്തായാലും രംഗത്തേക്ക് ഇറങ്ങിക്കോ. പോരട്ടെ. ഇത് നമുക്ക് മൽച്ചന്തേരി ഫാബ്രിക്, ഇത് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. നമ്മുടേതായിട്ടുള്ള ഇൻഹൗസ് പ്രൊഡക്ഷൻ വിത്ത് യുണീക്ക് ഫ്ലവർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് മാർക്കറ്റിൽ ഇതൊക്കെ യുണീക്ക് ആണ്. ഇപ്പൊ ഇന്നലെ വന്ന ഒരു കസ്റ്റമർ കൂടി നമ്മളോട് പറഞ്ഞത് ഇത് ബൾക്കായിട്ട് നമുക്ക് ഒരു ഓർഡർ, സ്റ്റിച്ചിങ് ഓർഡർ വരെ ഇതിന് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമൈസും ഉണ്ട്. നമുക്ക് കസ്റ്റമർ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അത് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കാനും പറ്റും. കാരണം ഇവര് ഇൻഹൗസ് ആണ്, മെയിൻ ആയിട്ട് കൂടുതൽ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ്. കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇൻഹൗസ് അല്ല, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഇതൊക്കെ ഇൻഹൗസ് പ്രൊഡക്ഷൻ അല്ല. പക്ഷേ നോർമൽ റെഡി കുർത്തി 199 മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ ഇതൊക്കെ നമുക്ക് ഇപ്പം യുണീക്ക് ട്രെൻഡിങ്, ഓൺലൈൻ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഐറ്റംസ് പെട്ടതാണ് ഈ കാറ്റഗറി ഒക്കെ. ഇതൊക്കെ നമുക്ക് ഓരോ ഓൺലൈൻ, ഇപ്പൊ അജ്രാക്ക് പ്രിന്റഡ് കുർത്തീസ് ഓൺലൈനിൽ നമുക്ക് ഈ ഷോർട്ട് മോഡലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡ്. അത് ഏതൊരു കടയിൽ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ റീറ്റെയിൽ കടയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൂക്കിക്കൊണ്ട് പോകുന്നു അറിയില്ലേ, ആ വക ഐറ്റംസ് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ സിംഗിൾ കുർത്തിയുടെ കളക്ഷൻസ് പിന്നെ ഏത് ഭാഗത്തൊക്കെ? ഇതൊക്കെ പാർട്ടി വെയർ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ്. അത് മൽച്ചന്തേരി തന്നെ ഫുൾ പാർട്ടി വെയർ. ഇതിന്റെ ഷോളൊക്കെ ദുപ്പട്ട അടക്കം ഫുൾ വർക്ക് വരുന്നുണ്ട് ഓൾറെഡി. ഫുൾ ഇത് ബീഡ്സ് ആൻഡ് ഹാൻഡ് വർക്ക്സ് ആണ് രണ്ടും കൂടി കൊടുത്തിട്ടുള്ള മൽച്ചന്തേരി പ്രീമിയം കാറ്റഗറി. നമ്മുടെ ഒരു പ്രീമിയം കാറ്റഗറി. ഇത് നിങ്ങളുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണെന്ന് പറയണോ, അതുപോലെ പ്രീമിയം കാറ്റഗറി ആണെന്ന് പറയണോ? ഇപ്പൊ നമുക്ക് XXL വരെയുള്ളൂ, അല്ലെങ്കിൽ പ്ലസ് സൈസ് വേണമെങ്കിൽ നമുക്ക് പ്ലസ് സൈസ് അഡീഷണൽ ചെയ്തെടുക്കും. നോർമലി കോമൺ വരുന്നത് നമുക്ക് LXL, XXL. യുണീക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് ഈ 3 സൈസ്. ഒരു നോർമൽ ആയിട്ടുള്ള കളക്ഷൻസ്. പക്ഷെ നോർമൽ കളക്ഷൻ, നോർമൽ സൈസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു യൂണിക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് കുറച്ച് കുറവാണ്. നിങ്ങളുടെ അടുത്ത് മാത്രം അതാ പറഞ്ഞ കൂടുതൽ നമ്മൾ ആ ഒരു കണ്ണൂർ കാലിക്കറ്റ് ടേസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും നമുക്ക് കസ്റ്റമർ ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ഈ എറണാകുളം മാർക്കറ്റിൽ കൂടുതലും സ്റ്റിച്ചിങ് കുർത്തീസ് അതൊക്കെയാണ്. നമ്മളിപ്പം പാർട്ടി വെയർസിൽ നമ്മളൊരു യൂണീക്ക് ആയിട്ട് ഇപ്പോഴും മുന്നിട്ട്. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിലത്തെ ഈ പ്രൊഡക്റ്റിനോടാണ് എനിക്ക് കൂടുതൽ ഫോക്കസ്. കാരണം കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ഹെവി വർക്കാണ് ഇതില് ദുപ്പട്ടയിൽ മാത്രം ചെയ്തിരിക്കുന്നത്. നല്ല എന്താ പറയാ ബീഡ് വർക്കോട് കൂടിയിട്ടാണ് സൈഡ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ടോപ്പ് ഞാൻ കാണിച്ചു തരാം. മൽച്ചിനോൺ, അതും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വർക്ക് കയറിയിട്ടുണ്ട്. കട്ട് ബീഡ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല ബോട്ടത്തിലും ആ ഒരു സെയിം വർക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടോപ്പാണല്ലോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുൾ ഇങ്ങനെ ഒരു പാർട്ടി വെയർ തന്നെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ട്രിപ്പിൾ മാർജിനൊക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. നന്നായിട്ട് ഒരു ഹെവി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ വർക്കൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള വർക്ക് നമ്മുടെ ഐഡിയ കൊടുക്കും. പ്രൊഡക്ഷൻ യൂണിറ്റിന് നമുക്ക് ഏകദേശം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നത് നമ്മളൊരു ഐഡിയ കൊടുക്കും. അപ്പൊ അത് പ്രകാരം അവരുടേതായിട്ടുള്ള ഒരു ഇതും നമ്മുടെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അവര് ഒന്നിന് പകരം 2, 2ന് പകരം 5 എല്ലാം കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ വരുമ്പോൾ ഈ ഒരു കുർത്തിയായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് ഹൗസ് പ്രൊഡക്ഷൻ കുർത്തിയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. നേരത്തെ കണ്ടത് ഫുൾ വർക്കോട് കൂടി. പക്ഷെ ഇത് ഡബിൾ സൈഡ് മാത്രം കൊടുത്തിട്ടുള്ള. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ കംഫർട്ട് മാത്രമല്ല, തുണിയുടെ പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് വയറൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ഹൈഡ് ആകാനായിട്ട് നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. ഈ സൈഡിലാണ് ഇതിന്റെ ഫ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ. ഒരു പ്രീമിയം ഞാൻ പറയാൻ മൽച്ചന്തേരി നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, അല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഡിഫറെന്റ്. പിന്നെ കളർ അടിപൊളി, ആ കോമ്പിനേഷൻ ഇഷ്ടമായി കേട്ടോ. 4 കളേഴ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരെണ്ണോടി നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ തന്നെ പിടിക്കാം. ഹോട്ട് സെല്ലിംഗ് ഐറ്റം. മറ്റേത് സൈഡിലായിരുന്നു, ഇത് നടുക്കിലാണ്. അതാണ് മാറ്റം. പിന്നെ വെച്ച് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ ഇത് 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. ഇതിന് ബോട്ടം നോർമൽ ആയിട്ടുള്ളത്, പിന്നെ നോർമൽ മീൻസ് ആ സെയിം മെറ്റീരിയൽ തന്നെ ദുപ്പട്ട ഫുൾ ത്രെഡ് വർക്കില്. ഫുൾ വർക്കാണ്, എംബ്രോയിഡറി വർക്ക് തന്നെ, ഫുൾ ആയിട്ട് മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊക്കെ ഷോപ്പിലേക്ക് വരുന്ന സമയമൊക്കെ എത്ര മണിക്കൊക്കെ? നമ്മള് മോർണിംഗ് 9 o'clock ടു ഈവനിങ് 7:30 ആണ് സെയിൽസ് ടൈം വരുന്നത്. പിന്നെ സീസൺ ഡിപെൻഡ് ചെയ്തിട്ട് നമ്മൾ എത്ര ടൈം വേണമെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. സൺഡേ പിന്നെ ഓപ്പൺ ആണ്. ഓൾറെഡി സീസൺ ആയതുകൊണ്ട് ഇപ്പം തന്നെ ഓപ്പൺ. അത് ഈ സീസൺ തന്നെയല്ല, ഏതൊരു സീസണിനായാലും സൺഡേ ഓപ്പൺ ആയിരിക്കും. പിന്നെ ബാക്കി നമ്പർ ഉണ്ടല്ലോ സ്ക്രീനിൽ, അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ മതി കളർഫുൾ എവിടെ എന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഓക്കെ. പിന്നെ
നമ്മൾ ബേജ് ഒരുപാട് ഒക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ എന്താ പറയാ ഫെസ്റ്റിവൽസിന് തന്നെയല്ല, ഒരു കല്യാണത്തിനായാലും പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ അതില് ഇത് ഒരു എന്താ പറയാ ഒരു ട്രഡീഷണൽ ടച്ച് ആണോ ചോദിച്ചാൽ ആണ്. എന്നാൽ ട്രഡീഷണൽ അല്ലാത്ത നമുക്ക് നോർമൽ ഒരു ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇത് ഫുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ ബൂട്ടാസ് ഉണ്ട്, അത് മറക്കണ്ട കാണാനായിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദുപ്പട്ടയും ഹൈലൈറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ടയാണ്. ആ ഒരു ഫുൾ വർക്കില് അല്ലേ? ഓ കുറച്ച് പ്രീമിയം ആണ് കേട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു വർക്ക്. ഇതിന്റെ ഈ വർക്ക്സിൽ തന്നെ ഡിഫറെന്റ് വർക്ക്സ് കൊടുത്തിട്ടുള്ള അവൈലബിൾ ആണ്. സെയിം ക്ലോത്ത് സെയിം ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ സെയിം, ബട്ട് ഡിഫറെന്റ് വർക്ക്സ് അവൈലബിൾ. 5ഓളം വർക്ക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആ വർക്ക്സ് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയാലേ ഇതൊക്കെ അതിന്റെ വർക്ക്സ്. ഈ വർക്ക് ഫുൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഡിഫറെന്റ് വർക്ക്സ് അവൈലബിൾ ആയിട്ടുള്ള ചിലത് ടോപ്പ് നമുക്ക് യോക്കിലാണെങ്കിൽ ചിലത് ദാമന്റെ പോർഷനിലാണ് ഇതിന് വർക്ക്സ് വരുന്നത്. പക്ഷെ ഒക്കെ ആ ഒരു ബേജ് ഗോൾഡൻ ടച്ചിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ സെറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞല്ലോ, ഇതാണോ അതാണോ എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ. രണ്ടും ബേജ്, രണ്ടും നല്ല എന്താ പറയാ ഷെയ്ഡ് വൈസ് അടിപൊളിയാണ്, പക്ഷെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. ഇത് ഒരു ടിഷ്യൂ ഫാബ്രിക്, ഒരു പ്രീമിയം ടിഷ്യൂല് വരുന്ന ഫാബ്രിക് ആണ്. അത് മൽച്ചാന്തേരി ഫാബ്രിക് ആണ്, മൾട്ടി ത്രെഡ് വർക്ക്. ഇതും രണ്ടും മൾട്ടി ത്രെഡ് വർക്കിൽ തന്നെ. ഇതിൽ നമ്മൾക്ക് 4 കളേഴ്സിൽ അവൈലബിൾ ആകാം. ഡിഫറെന്റ് കളേഴ്സ് സൈസസും അവൈലബിൾ ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സും അവൈലബിൾ ഉണ്ട്. ഇത് ഇത്രയും നാൾ ഈ മാർക്കറ്റിലൊക്കെ വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര. ഇതിപ്പോ സംഭവം 6 മാസമായിട്ടുള്ള ഇവിടെ മാറിയിട്ടില്ല. ഷിഫ്റ്റ് ആയതിനു ശേഷം അപ്പോഴാണ് എനിക്ക് തോന്നിയത് വരണത്. പക്ഷെ ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. 22 സ്റ്റാർട്ട് ചെയ്തു ഇവിടെ എറണാകുളം മാർക്കറ്റിൽ നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ പേരെന്താ സവാദ്? ചോദിച്ചില്ല കേട്ടോ, സോറി. ഓക്കെ, അപ്പൊ ഇത് ലുക്ക് കണ്ടില്ലേ? ഇതൊരു ബേജിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. അതുപോലെ ഈ ഒരു ഷെയ്ഡില് തുണി എന്തായാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ വർക്ക് അടുത്ത് വന്ന് തന്നെ നോക്കണം അല്ലേ? ഇതില് ആ ഒരു എ ലൈനിലെ ഫുൾ ബീഡ് വർക്ക് ലുക്ക് തന്നെ കണ്ട ചേഞ്ച് ആയി പോയില്ലേ? ആരായാലും ഒന്നും മാറി പോകുന്നില്ല ഫംഗ്ഷനിൽ കാണുമ്പോൾ തന്നെ. ഇതെനിക്ക് ആ ബീഡ് വർക്കാണ് കാണിക്കാൻ ഇഷ്ടം. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കണത്. സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ലാർജിലും ഇത്ര വലിയ, ഇതെനിക്ക് തോന്നുന്നുണ്ട് ഡബിൾ എക്സൽ ഒക്കെ ആയിരിക്കും. അപ്പൊ ലാർജ് എടുത്താലും ഡബിൾ എക്സൽ ചെയ്യാൻ പറ്റും നമുക്ക്. അൾട്രേഷൻ ചെയ്തു. അത് ഇവിടെ അല്ല കേട്ടോ, റീറ്റെയിൽക്കാർ മേടിച്ചു പോകുമ്പോ അതിന്റെ കളേഴ്സ് ഹൈലൈറ്റ് ആണ്, നല്ല ഡിഫറെന്റ് കളേഴ്സ്. അല്ല അപ്പൊ ഒരു ഇതിൽ തന്നെ അപ്പൊ സൈസ് ഒന്നായിരിക്കും? സൈസ് സിംഗിൾ സൈസ് ആയിരിക്കും, ബട്ട് 4 അവൈലബിൾ കളേഴ്സ് 2 ഓപ്ഷനിലും അവൈലബിൾ ഉണ്ട്. ചില ഐറ്റംസ് നമുക്ക് 4 കോംബോ സൈസ് ആയിരിക്കും. M2XL വരുന്ന സിംഗിൾ കളറിൽ 4 സൈസസ് ആയിരിക്കും. മറ്റേ വേറൊരു ഓപ്ഷൻ പാർട്ടി വെയറിൽ കൂടുതലും വരുന്നത് 4 കളേഴ്സ് സിംഗിൾ സൈസ്. ഓക്കെ, അപ്പൊ അതെന്തായാലും ബെനിഫിറ്റ് ആണ്. മേടിക്കുന്നവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു പ്രീമിയം കളക്ഷൻസ്, ഇനിയും പ്രീമിയം കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഇവിടെ പാക്കറ്റിൽ ഇരിക്കുന്ന സംഭവം എന്തൊക്കെ എന്താ? ഇതൊക്കെ നമുക്ക് ക്രോപ്പ് ടോപ്സ് ആണ്. ഈ ഇവിടെ കുറച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ക്രോപ്പ് ടോപ്സ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്രോപ്പ് ടോപ്പ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ ക്രോപ്പ് ടോപ്സ് കാറ്റഗറി വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക്. യെസ്, IMP. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിപൊളിയായി. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കളക്ഷൻസ് ആണ് ഇവിടെ സാമ്പിൾ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ സാമ്പിളിൽ നമുക്ക് പ്രിന്റിന്റെ അവൈലബിൾ പ്രിന്റ്സ്, പക്ഷെ ഒക്കെ ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്യണമെന്ന് പറയില്ലേ, എന്നാലാണ്. ഇത് നോർമൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നോർമൽ അല്ല. എടുത്ത് കയ്യിൽ പിടിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഇതിലൊക്കെ വരുമ്പോ എങ്ങനെയാ നമുക്ക് സൈസസ് വരാം? ഇത് നമുക്ക് ഫ്രീ സൈസ് ആയിട്ട് കാറ്റഗറി അവൈലബിൾ ആയിരുന്നു. M, S, L അങ്ങനെ 3 സൈസസിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ ഫ്രീ സൈസ് 2 ഇതിലും വരുന്നുണ്ട്. എല്ലാ സൈസിലും മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ കാഷ്വൽ ആയിട്ടും ഒഫീഷ്യൽ ആയിട്ടും 2 രീതിയിലായിട്ടും വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതും നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ് ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. ക്രോപ്പ് ടോപ്പ് കാറ്റഗറിയിൽ ഒരുപാട് ടീനേജ് പിള്ളേർക്ക് പറ്റിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കും ഉണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈപ്പ് അതും വരുന്നുണ്ട്. ഇതൊന്ന് ഹാങ് ചെയ്തോട്ടെ. ഓക്കെ, ബാക്കിയുള്ള കളക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് അങ്ങോട്ട് പോവാ അല്ലേ? ഇവിടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു കട ഇവിടെ ഇത്രയോട് കൂടെ അവസാനിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഫ്ലോറിലാണ് ഇവിടെ മെയിൻ ബുട്ടിക് പ്രീമിയം കളക്ഷൻസ് ഉള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. കോട്ടന്റെ നല്ല എന്താ പറയാ, നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബുട്ടിക് കളക്ഷൻസ് ആണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വരുന്നത് വെറും 199 റുപ്പീസ് തൊട്ടാണ് അല്ലെ? അതിന്റെ അതന്നെ നല്ലതാണ്. അപ്പൊ മുകളിലേക്ക് പോലെ അത് ഊരണ്ടാവാ, നമുക്ക് ഒരുമിച്ച് പോവാം.
അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഡമ്മി വെച്ച് തുടങ്ങാം കേട്ടോ. ഡമ്മി അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ 3 ഷെയ്ഡാണ് വരുന്നത് അല്ലെ, പാർട്ടി വെയറിൽ 4 ഷെയ്ഡ് ഉണ്ട്. 4th കളർ അവിടെ ഉണ്ട്. നിലത്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ കളർ. ഡമ്മി ഇല്ലാത്തോണ്ടാ. അപ്പൊ ഞാൻ തന്നാ മതിയാ ഡമ്മിക്ക് പകരം. അപ്പൊ അങ്ങനെ 4 ഷെയ്ഡ് ഉണ്ട്. ആക്ച്വലി മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ്. അപ്പൊ 4 ഷെയ്ഡ് എടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു ഷെയ്ഡ് എടുക്കണം, അതിൽ 4 സെറ്റ് ഉണ്ടാവും ആസ് യൂഷ്വൽ നമ്മുടെ ഹോൾസെയിലിന്റെ ഒരു രീതി. പിന്നെ ഈ ഒരു ലുക്ക്, കടയുടെ ലുക്ക് ഒന്ന് കാണാൻ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ലുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് വെസ്റ്റേൺസ് അവൈലബിൾ ആണ്, പിന്നെ കോഡ് സെറ്റ്സ് അവൈലബിൾ ആണ്, പിന്നെ ലോ റേഞ്ച് 3 പീസസ്, പിന്നെ കോട്ടൺസിന്റെ കാറ്റഗറി വരുന്ന ഐറ്റംസ്, പിന്നെ ഷോർട്ട് കുർത്തീസ്, അങ്ങനെയുള്ള ഐറ്റംസ്, ടോപ്സിന്റെ കാറ്റഗറീസ് മൊത്തം ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻ ഒക്കെ ഒന്ന് കാണിച്ചാലേ എവിടെന്നെങ്കിലും നമുക്ക് ഇവിടുന്ന് പിടിക്കാം അല്ലേ? ഇത് നമ്മൾ ഷോർട്ടിൽ വരുന്ന ഒരു വെസ്റ്റേൺ ചൈന ഫാബ്രിക്കിൽ വരുന്ന ഒരു വെസ്റ്റേൺ ഷോർട്ട് കുർത്തി. ഇത് നന്നായിട്ടുണ്ടല്ലോ. അതുപോലെ ഇത് വെസ്റ്റേൺ. അപ്പൊ താഴത്ത് കണ്ടത് നമുക്ക് ക്രോപ്പ് ടോപ്പ് ടീഷർട്ട്, അതിന്റെ സ്റ്റോക്ക് സാധനങ്ങളൊക്കെ ഇവിടെയാണ് അതിന്റെ ആ ഫ്ലോറിലുണ്ട്. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഇവിടെയുണ്ട്. 2 ഫ്ലോറിലായിട്ടാണ്. എത്രയുണ്ടായാലും സാധനം ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു പീസ്. അപ്പൊ ഇതിലും നമുക്ക് സൈസസ് അങ്ങനെയാണ് വരുന്നത്. റോംബർ കാറ്റഗറി. ഓ, ഈ വലിയൊരുക്കുള്ളത്. ഇത് ഇപ്പൊ റോംബർ എന്ന് പറഞ്ഞാൽ ആർക്കും അത് വേണ്ട, ഇത് മാത്രം മതി, ഇത് മാത്രം ഇട്ട് നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഫുൾ ആയിട്ട് വരുന്നതുണ്ട്. ഇതാണ് ഇതിന്റെ ഇന്നർ വരുന്നത്. അതിൽ വേറൊരു ഐറ്റം ഇതാ, അതിൽ തന്നെ വേറൊരു ഐറ്റം വിത്ത് ഇന്നർ ആണ്. ഓക്കെ, വിത്ത് ഇന്നർ. ഓക്കെ, ഇന്നർ പറഞ്ഞ ഒരു കടാണ് കേട്ടോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഡിഫറെന്റ് 4-5 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ വന്ന് ഫീൽ ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ്. അത് ഇപ്പൊ ഇത് കണ്ടോ, ഹീലൊക്കെ നന്നായിട്ട് ഇട്ടോട്ടോ അല്ലെ, നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഷർട്ട് കണ്ടോ, ഇത് നമുക്ക് വലിയ സൈസാണ്. മീൻസ് നമുക്ക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഓവർ സൈസിൽ ഇടാൻ പറ്റുന്ന ഐറ്റംസ് കൂടിയാണ്. പിന്നെ ഇത് വേറെ ഐറ്റം വെസ്റ്റേണിൽ തന്നെ. അപ്പൊ വെസ്റ്റേണും നന്നായിട്ട് വെക്കുന്നുണ്ട് അല്ലേ? ഫ്രഷ് പീസ്, ഫ്രഷ് പീസാണ്. ഫോൾഡിങ് നമുക്ക് റെഡി ആവാൻ ടൈം. കടാ, അതൊന്ന് നിവർത്തി കറക്റ്റ് ആക്കി എടുക്കണം, എന്നാലാണ് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇത് ഫുള്ളാണ് വരുന്നത്. അപ്പൊ ഫുള്ളില് നമുക്ക് ഇതില് കളേഴ്സും വരുന്നുണ്ട്. 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. 5 കളേഴ്സ്. ഇത് ഫ്രീ സൈസ് ആണോ? ഫ്രീ സൈസ്. ഇതൊക്കെ ഫ്രീ സൈസ്. അപ്പൊ നേരത്തെ കാണിച്ച കളർ കൂടാണ്ട് ഇത്രയും കളേഴ്സ് അവൈലബിൾ. അങ്ങനെ 5 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഇത് ഒരു പിന്നെ അപ്പ് ആൻഡ് ഡൗൺ. ഓ, ഹൈലോ പാറ്റേൺ. ഓക്കെ, ഹൈലോ പാറ്റേൺ. ഇതൊക്കെ ശരിക്കും ഇടണം, അതെ. പിന്നെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മളൊരു കോഡ് സെറ്റ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ. നിങ്ങളുടെ ടോപ്പിന്റെ സെക്ഷൻ വരുന്നത് നമ്മുടെ ബ്രാൻഡ് വിത്ത് ബ്രാൻഡ് നെയിം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2 പീസ്. ഇത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം. അതാണ് ഞാൻ ഹാങ്കറിൽ കണ്ടത് കേട്ടോ. അപ്പൊ ബ്രാൻഡിന്റെ പേര് ഗൗഡി. അപ്പൊ കടയുടെ പേര് കളർഫുൾ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അത് 2 പീസ് കേട്ടോ. ഞാൻ ഹാങ്കറിൽ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഏതെങ്കിലും ഹാങ്കറിന്റെ ബ്രാൻഡുകാരുടെ ആയിരിക്കും, അങ്ങനെ വിചാരിച്ചത്. നമ്മുടെ ലോഗോ അതിൽ ഓൾറെഡി ഉണ്ട്. കളർഫുളിന്റെ ലോഗോ തന്നെ പ്രൊവൈഡ് ചെയ്തു. ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് ഗൗഡി. ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് കേട്ടോ ഗൗഡി. അതിലെ കളേഴ്സ് ഇത്രയും കളേഴ്സ്. നമ്മുടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പിങ്ക് ബ്ലോസത്തിന്റെ ഒരു ഡിഫറെന്റ് പുതിയൊരു ഐറ്റം ആണ്. നല്ലപോലെ നമുക്ക് ഇത് ഓർഡർ പോകുന്നുണ്ട്. ഇത് എല്ലായിടത്തും നന്നായിട്ട് ഹോട്ട് സെല്ലിംഗ് ആയിട്ടോട്ടെ. ഇത് 2 പീസ് ആണ്. ഇപ്പൊ പിങ്ക് ബ്ലോസത്തില് ഇപ്പൊ ഇതില് 2 പീസ് ആണ് വരുന്നത്. അതുപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സ്, ഇതൊക്കെ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇതിലിപ്പോ ആനര പ്രിന്റ്, കൊടയുണ്ട്, എല്ലാം എന്താ പറയാ, ഏത് തരത്തെ പ്രിന്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ബേജ് കളറാണ് ഇതിന്റെ ബേസ് വരുന്നത്. അതില് നമുക്ക് ഒരുപാട് പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഒരുപാട് പ്രിന്റ്സ്, ചെറിയ ആന തൊട്ട് വലിയ ആന വരെ ഉണ്ട്. അന്നതാ ഇതും ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ പ്രിന്റുകൾ. ഇതൊക്കെ ഡെയിലി വെയർ. ഇത് മൽക്കോട്ടൺ ചെക്സ് 2 പീസ്. ചെക്കില് ഇതും ചെക്ക് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. അതിപ്പോ സാരി ആയാലും ശരി, ചുടിദാർ ആയാലും ശരി, 2 പീസ് ആയാലും ചെക്സ് ആണ്. ഫാബ്രിക് തന്നെ ഈ ഒരു ചെക്സ് ഫീൽ, നമ്മുടെ ചെക്സ് ആയിട്ട് ചെയ്യുന്നത് ഫാബ്രിക് തന്നെ ഒരു ചെക്സ് ഫീൽ കൊടുത്തിട്ട് വരുന്ന ഒരു ജയ്പൂരി സ്റ്റൈലില് പ്രിന്റ്. ഓക്കെ,
പിന്നെ ഈ ഇവിടെ ഒരെണ്ണങ്ങളുണ്ട്. ഇതൊക്കെ ഇതൊക്കെ കോഡ് സെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബുട്ടിക് കളക്ഷൻസ് അല്ലാണ്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ഐറ്റംസ് ചോദിക്കുകയാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അത് പുറത്തേക്കൊന്നും പോകുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ കളർഫുള്ള്. ഇത് നമുക്ക് ഇത് സൈസ് വരുന്നത് മീഡിയം, ലാർജ്, മീഡിയം ടു ഡബിൾ എക്സൽ വരെയുണ്ട്, L to 3XL വരെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ സ്മോൾ സൈസ് ഉണ്ടാവോ? സ്മോൾ സൈസ് നമുക്ക് കസ്റ്റമറിന് റിക്വയർഡ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. നോർമലി അങ്ങനെ സ്മോൾ സൈസ് കുർത്തീസിൽ ആരും അങ്ങനെ ഇടാറില്ല. എല്ലാവരും ടീനേജുകാർക്ക് വേണ്ടത് ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ കാണിച്ചില്ല. ഇത് 2 പീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ്. നല്ലൊരു ഷെയ്ഡ്, അതുപോലെ ഇതിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറിയുടെ വർക്കാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ സമാധാനമായിട്ട് വരിക, വന്ന് നോക്കുക, ഫീൽ ചെയ്ത് എടുക്കുക അല്ലേ? ഓക്കെ, കോഡ് സെറ്റ് അതും കോട്ടണില് 2 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത്. ഓ, കോഡ് സെറ്റ് എന്ന് പറയാനും പറ്റില്ല, സ്ലീവ്ലെസ് ആണ്. ടീനേജുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പ തന്നെ പോവും. സ്ലീവ്ലെസ് ആണ് കൂടുതൽ. ഇല്ലാത്ത ഐറ്റം ഇല്ലാന്ന്, പക്ഷെ ഒക്കെ ലേഡീസിന് വേണ്ട ഐറ്റംസ് ഉണ്ട്. സാരി ഇല്ല കേട്ടോ, സാരി വെച്ച് ബാക്കിയുള്ള റെഡിമെയ്ഡ്സിലുള്ള എല്ലാ കാറ്റഗറീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സിമ്പിൾ ആണ്, പ്ലെയിൻ ആണ്, പക്ഷെ തുണി അടിപൊളിയാണ് അല്ലേ? മൽച്ചന്തേരി അതും 2 പീസിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടാണ് ഒരു സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്, വേറെ ഒരു പക്ഷെ ഫീൽ അടിപൊളിയാണ്. നമുക്ക് ഡെനീംസിന്റെ വെറൈറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ കുർത്തീസ് ഒക്കെ തന്നെയാണ്. ഇതൊക്കെ കോഡ് സെറ്റ്, കുർത്തീസ് അങ്ങനെ വരുന്ന കാറ്റഗറീസ്. ഇനി നമുക്ക് ഡെനീമിന്റേതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. വിത്ത് പാന്റ് 2 പീസ് കോഡ് സെറ്റ് വരും. അത് നമുക്ക് ഇന്നർ വന്നിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതാ പറഞ്ഞത് വെസ്റ്റേൺസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഒരു ഓൺലൈൻ ഹോട്ട് സെല്ലിംഗ് ഐറ്റംസ് ഒക്കെ ഇവിടെ. ഈ വെസ്റ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഞാൻ വലിയ കടയുടെ പേര് പറയുന്നില്ല, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വലിയ മോളുകളൊക്കെ ഇല്ലേ, അവിടെ ഒക്കെ ഉള്ള സംഭവങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. സെയിം അതന്നെ, ഞാൻ എടുത്ത് പറയുന്നില്ല ഏതാ ഷോപ്പ് ഏതാ ബ്രാൻഡ് എന്നൊന്നും. അപ്പൊ ഇതില് എടുക്കുമ്പോ ഇങ്ങനെ സൈസ് ഇതിന്റെ 3 കളേഴ്സോ അല്ലെങ്കിൽ 4 കളേഴ്സോ ആയിട്ട് വരും. സിംഗിൾ സൈസ്, ഫ്രീ സൈസ്. M ആയിരിക്കും, ചിലത് S ഉണ്ടാവും, M ഉണ്ടാവും, അങ്ങനെ പല സൈസ്. ഇത് ഒരു കഫ്താൻ, ഡെനീമില് കഫ്താൻ, അതും ബ്ലാക്കില് കിട്ടിയാലോ? 4 കളേഴ്സ് ഉണ്ട് നമുക്ക്. ഇത്രയും കളേഴ്സ് ഇതിന്റെ അവൈലബിൾ. ഡെനിം എന്ന് പറഞ്ഞാലും നിങ്ങളിപ്പോ കാണുമ്പോ കറുപ്പെന്ന് കാണുമ്പോ ഡെനിമിന്റെ ഫീല് കിട്ടില്ല, പക്ഷെ ഡെനിമാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ. കഫ്താൻ ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ വലിക്കണല്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് കൈ, ഇത് പോക്കറ്റ് ആണ്, കൈ ഇതിന്റെ ഉള്ളിൽ കൂടെ. കഫ്താൻ പിന്നെ അറിയാലോ, ഒന്ന് വലിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പൊ ഈ കഫ്താൻ എന്ന് പറയുമ്പോ ഇതിലെങ്ങനെ സൈസ്? ഇത് ഫ്രീ സൈസ് ആണ്. ഇതിന് പിന്നെ സൈസിന്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ഷേപ്പിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഡെനിം എന്ന് പറയുന്നത്. 4 കളേഴ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡെനിം കാണുന്നുണ്ട്. അത് വേറെ ഒരു കോഡ്. ഡെനിം കണ്ടാൽ എനിക്ക് ഭയങ്കര ഓൺലി ടോപ്പിൽ വരുന്ന ഡെനിംസ്. ഓ, ഇതൊക്കെ ഓൺലൈനിലൊക്കെ എത്ര റേറ്റ് കൊടുത്ത് നമ്മൾ ഒരു സിംഗിൾ പീസ് മേടിക്കുന്നതല്ലേ, പക്ഷെ ഹോൾസെയിലിൽ നമുക്ക് ഒരു എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ് ആണ്. പിന്നെ ഇവരെ ഇൻഹൗസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ എഫോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മീഡിയേറ്റർ ഒന്നുമില്ല, ഡയറക്റ്റ് മാനുഫാക്ചർ കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്കാണല്ലോ കിട്ടുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഫാക്ചർ ആവില്ല, ഇത് ട്രേഡിംഗ് ആണ്. ബട്ട് നമ്മൾ ഡിസൈൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതൊരു ഫാബ്രിക് അവർ കാണിച്ചു തന്നാൽ നമ്മൾ ആ ഡിസൈൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഇൻഹൗസ് നമ്മുടേതായിട്ടുള്ള കോൺസെപ്റ്റ് അവർക്ക് ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയും ഉണ്ട്. ഡെനിമില് വേറെ സിമ്പിൾ ഡെനിം കോഡ് സെറ്റ്സ്. പൊന്നു, ആരായാലും ഒന്ന് നോക്കി പോകുന്നു അതുപോലത്തെ ആയിട്ടോ. ഓ, സെറ്റ് ഇത് 5XL ആട്ടോ, 5XL. അതുപോലെ ഡബിൾ ഷെയ്ഡ് ആണ് ഇത് വരുന്നത്. പാന്റും നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. 5XL എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. 5XL ഒക്കെ അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊക്കെ ഇത് സെറ്റ് ചെയ്തോ? സെറ്റ് അല്ല, സീരിയസ്ലി അവർക്ക് വലിയ സൈസുകാർക്കൊക്കെ കുർത്തീസ് തന്നെ ഇപ്പൊ റീസെന്റ് അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. 2 പീസില് 3 പീസിലൊക്കെ പ്ലസ് സൈസുകാർക്ക്. പക്ഷെ വെസ്റ്റേണില് പ്ലസ് സൈസ് സൂപ്പർ 3 പീസ്. ഇതില് 3 പീസില് നമുക്ക് ഇത് ഒരു വെർട്ടിക്കൻ ഫാബ്രിക് ആണ്. ദുപ്പട്ടയില് ഫുൾ ഓവറോൾ നമുക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാനുള്ളത്, എനിക്ക് ഇത് കാണിക്കുന്നതിനേക്കാൾ മുന്നേ ഇവിടെ ഈ ഒരു ബാഗ്സ് വരുന്നുണ്ട്. ഇതിന്റെ സംഭവം എന്താ? ഇത് നമ്മളെ കാറ്റലോഗ് വരുന്ന 10ഓളം ഡിസൈൻ ഡിഫറെന്റ് പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈൻ ഐറ്റം ആണ്. ഓക്കെ, ഇതില് റൗണ്ട് ഫാബ്രിക്കില് റേറ്റ് ആണ് സ്പെഷ്യൽ ഹൈലൈറ്റ്. ആ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിച്ചോ. കാരണം റേറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. റീറ്റെയിൽക്കാർക്ക് അത് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ പറയുന്ന 199 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി ഇതിലത്തെ 3 പീസിന്റെ കളക്ഷൻ ആണ്. ഇതൊക്കെ 10ഓളം ഡിഫറെന്റ് പ്രിന്റ് അവൈലബിൾ ആയിട്ടുള്ളതാ. ഈ 10ഓളം ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ നമ്മൾ കാണിച്ചത് ഏത് കളറാ? ഇത് പിങ്ക് കേട്ടോ, പിങ്ക്. ഈ സെയിം കളർ
ഇത് അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഈ കളർ. ഇത് സെയിം എക്സാക്ട് ആ ഫോട്ടോയിൽ കാണുന്ന സെയിം തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഇതാണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെ കളേഴ്സ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കാറ്റലോഗ്. അപ്പോൾ ഒരു കസ്റ്റമർ വരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഇത് ഫുൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട, ജസ്റ്റ് ഈ കാറ്റലോഗ് കാണിച്ചാൽ ഏത് കളർ വേണം പറയും, ഇപ്പൊ എടുത്തരാം അല്ലെ. അതാണ്. അപ്പൊ ഈ ബാഗിലുള്ള സാധനങ്ങൾ മൊത്തം സെലക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂണിക് 1 or 2 3 പീസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കാം, സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ബാഗ് ഐറ്റം വരുന്നത്. ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ ഇപ്പൊ കാണിക്കാതെ പറഞ്ഞ സാധനം ഇവിടെ വന്ന് മിസ് ആയിട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും കാണിക്കാം. 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത്. ഇതാ ഇതും പട്ടിക്കാലിന് കേട്ടോ, ഒരു ഡെയിലി വെയർ ഐറ്റം തന്നെയാണ്. പാട്ടിക്ക് ഇടാം, ആരും ഒന്നും പറയുന്നില്ല അല്ലെ. ദുപ്പട്ട നോക്കാം, ഡിജിറ്റൽ ദുപ്പട്ട. ഡിജിറ്റൽ ദുപ്പട്ട. അപ്പൊ കളേഴ്സ് ഉണ്ട് കേട്ടോ, കളേഴ്സ് ഉണ്ട്, സൈസസും ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം ഇത് നിങ്ങളുടെ ഒന്നും ഇങ്ങനെ പറയാ, എന്താ പറയാ, ക്വാളിറ്റി മോശം ഒന്നും പറയാനില്ല. എല്ലാം പ്രീമിയം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ നമ്മൾ ഇടക്കിടക്ക് ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. പ്രീമിയം ആണ്. അത് നമ്മുടെ ഒരു ഗുണം തന്നെയാണ്. നമ്മൾ അങ്ങനെ പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ ആയാലും നോക്കുകയാണെങ്കിൽ അങ്ങനെ ലോ ബഡ്ജറ്റിലായാലും നമുക്ക് പ്രീമിയം കളക്ഷൻ കിട്ടാന്ന് പറഞ്ഞില്ല, ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് കേട്ടോ. ഇതും 3 പീസിന്റെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണുമ്പോൾ ചിലപ്പോൾ തുണി മനസ്സിലാവില്ല, പക്ഷെ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് വരണം, കാണണം. അതുപോലെ ഇതിന്റെ ദുപ്പട്ടയാണ് ഈ കാണുന്ന പ്രിന്റ് വിത്ത് സൈഡിൽ ഇങ്ങനെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ കോട്ടൺ കോട്ടന്റെ എല്ലാ ഫാബ്രിക്സിലും ഡിഫറെന്റ് ഫാബ്രിക്സ്, ഏത് ഫാബ്രിക്കിലും ആണോ ഏത് ഫാബ്രിക്കിലും ഇവിടെ ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതില് മൽക്കോട്ടൻ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും എംബ്രോയിഡറി. മൽക്കോട്ടൻ ആകുമ്പോൾ തന്നെ എന്താ പറയാ, നല്ല സോഫ്റ്റ്. മൽക്കോട്ടൻ ദുപ്പട്ട ആയാലും സാരി ആയാലും എല്ലാത്തിലും അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് മൽക്കോട്ടന്റെ ദുപ്പട്ട. എല്ലാം നമ്മൾ വിത്ത് ലൈനിങ് ആണ്, വിത്ത് ഇന്നർ ആണ് നമ്മൾ കൊടുത്തത്. എല്ലാ പ്രൊഡക്ട്സിനും നമ്മൾ ഇവിടെ വിത്ത് ലൈനിങ് ആണ്. വിത്തൗട്ട് ഇന്നർ ഒരു പ്രൊഡക്റ്റും ഇല്ല. എന്തായാലും കോഡ് സെറ്റ് ആയാലും എന്തായാലും നമ്മൾ വിത്ത് ഇന്നർ ആണ് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു സിംഗിൾ കുർത്തിയാണ്. ഇതും വിത്ത് ലൈനിങ്ങോട് കൂടി. ലൈനിങ് ഇല്ലാതെ തയ്ക്കാനും പറ്റില്ല, അത് വേറെ. കോട്ടൺ പിന്നെയും നമുക്ക് ഒപ്പിക്കാം. കോട്ടൺ ആണെങ്കിലും നമ്മൾ വിത്ത് ഇന്നർ കൊടുക്കും. അതിനും നമുക്ക് ഒപ്പിക്കാന്ന് പറയും. പക്ഷെ ഇവരും അത് കോസ്റ്റ് കുറയ്ക്കാണ്ടിരിക്കാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കലംകാരി അജ്രാക്കി പ്രിന്റ്. അത് കൂടുതലും മറൂണിലാണ് കണ്ടിരിക്കുന്നത് നമ്മൾ അല്ലേ. ഇതിപ്പോ ഒരു ബ്ലൂ ഷെയ്ഡില് ഇങ്ങനെ ഒരു യോക്കിൽ ഇങ്ങനെ വർക്ക്. എന്നാൽ ഇതിൽ കളേഴ്സ് ഉണ്ട് അല്ലേ, 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. 4 കളേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ മെറൂൺ ഉണ്ട് ഇതിലും അല്ലേ. മെറൂൺ ഇല്ലാത്ത കളിയില്ല അല്ലേ. അതാണ്. ഇത് അനാർക്കലിയാണെന്ന് തോന്നുന്നു. അല്ല, സ്ട്രേറ്റ് ആണ് അല്ലേ. സ്ട്രേറ്റ് ഫിറ്റ്. അതും കോട്ടണിൽ വരുന്നത് കേട്ടോ. 60 കോട്ടൺ ആണെന്ന് തോന്നുന്നത്. അത് ഫീൽ ചെയ്യുമ്പോൾ അതാണ് ഫീലിംഗ് വരുന്നത്. യോക്കിൽ വർക്ക്, ഡെയിലി വെയർ കളക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ഒരു ഫ്ലോർ നമ്മുടെ പ്രീമിയം സെക്ഷൻ, നിങ്ങളുടെ പക്ക ഒരു ബൂട്ടിക് ടേസ്റ്റ് എന്ന് പറയില്ല അത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ മിക്സ് ആയിട്ട് വെസ്റ്റേൺ ഒരു ഇത് ഇവിടെ വരുന്നത് വെസ്റ്റേണും അതുപോലെ തന്നെ ഡെയിലി വെയർ ഐറ്റംസ് അങ്ങനെയാണ്. ഇവിടെ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ഫ്ലോറാണ് ഈ ഒരു സെക്കൻഡ് ഫ്ലോർ. ഇതാണ് നമ്മുടെ ഫ്ലോർ. സൽമാനെ നീങ്ങൂ. നമ്മുടെ ഫ്ലോർ എന്ന് പറയുമ്പോൾ പ്രീമിയം ഫ്ലോർ. ഇത് നോക്ക്, ഈ ഒരു ലുക്ക്, ഈ ഒരു പാറ്റേൺ. ഞാൻ ഫ്ലാറ്റായി അല്ല, ബ്ലാക്ക് ആണ് പോരാത്തതിന് ആ ഒരു പാറ്റേൺ കണ്ടപ്പോ തന്നെ എവിടെയും കാണാത്ത ഒരു ഡിഫറൻസ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞോട്ട് ചെയ്തതാ? നമുക്ക് ഡിസൈനർ, നമുക്ക് ഈ ഹാൻഡ് വർക്ക്സ് എങ്ങനെയാ വേണ്ട, ഈ കട്ടിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതൊരു പാട്ടുകാരി. പക്ഷെ ഇതില് ദുപ്പട്ട വേണ്ടായിരുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ ദുപ്പട്ട മാറ്റി വെച്ചാ പോരെ. പിന്നെന്താ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന പ്ലാസോ, ബിഗ് റഷ്യൻ പ്ലാസോ അല്ലെങ്കിൽ ഷറാറ പാന്റ് കാറ്റഗറിയാണ് അതിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഞാനിപ്പോ ആലോചിക്കണത് എനിക്ക് ഇവന്റിനൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയ സാധനങ്ങൾ, പക്ഷെ ഒരു പീസായിട്ട് തരൂല. എങ്ങനെയാ നിങ്ങൾ കൊടുക്കാം? 3-4 കളേഴ്സ് അങ്ങനെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണല്ലോ, അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോ ബുട്ടിക്കാരുടെ മൈൻഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് ഇവർക്കുള്ളത്. അതായത് പാർട്ടി വെയറിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചായ നമ്മുടെ പാർട്ടി വെയറിൽ 699 മുതൽ നമുക്ക് 4000 വരെയുള്ള പ്രീമിയം കാറ്റഗറി സാധനമുണ്ട്. ഈ 4000 ഐറ്റം എന്ന് പറയുമ്പോൾ ഒരു 10,000 വിൽക്കാൻ പറ്റും. റീറ്റെയിൽ ഷോപ്പിൽ നമുക്ക് 10,000 12,000 വരെ കൊടുക്കും. അത് വെഡിങ് പാർട്ടീസിനൊക്കെ ഒരുപാട്. പിന്നെ സ്വന്തം വീട്ടിലൊക്കെ പേര് കേട്ട കടയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, 15 ആയാലും കണ്ണടച്ച ആൾക്കാർ മേടിക്കും. സൽമാൻ, ഇനി നീ രംഗത്ത് ഇറങ്ങും, ഓരോന്നോരോന്ന് എടുത്തു കാണിക്കും ഞങ്ങക്ക്.
പറഞ്ഞില്ലെങ്കിലും നമുക്ക് അവിടുന്ന് പിടിക്കാം. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആ കാറ്റഗറിയിൽ വരുന്ന വേറൊരു ഐറ്റംസ് ഇത് പറയുമ്പോ ഒരു ആവേശം കണ്ട. ഇത്ര നേരം ഒരു ഡൗൺ വോയിസ് ആയിരുന്നു കേട്ടോ. പ്രീമിയം സെക്ഷൻ ഇവരുടെ ഇന്നോസ് എന്ന് പറയുമ്പോ ഒരു ആവേശം ഫുൾ കൂടുതലാണ്. കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് അത്രയും യുണീക്ക് ആയിട്ടുള്ള ലൈറ്റ് ആണ്. നമുക്ക് അതുകൊണ്ട് അത്രയും കോൺഫിഡൻസ് പറയാൻ പറ്റുന്നത്. ഇതിന്റെയൊക്കെ ഹാൻഡ് വർക്ക്സിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഈ ഹാൻഡ് വർക്കിന്റെ ഫിനിഷിംഗ് ക്വാളിറ്റിയും നല്ല തുണിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 4 ഡിഫറെന്റ് ഡാർക്ക് കളേഴ്സ് ആണ്, വെറൈറ്റി കളേഴ്സ്, രക്ഷയില്ലാത്ത കളേഴ്സാണ്. അടിപൊളിട്ടാ. പിന്നെ അതിന്റെ തന്നെ പ്രീമിയം കാറ്റഗറി തന്നെ സെക്കൻഡ് ഡിസൈൻ. ഇതിന്റെയൊക്കെ വർക്കാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിന്റെ കളർ ചാർട്ട് വർക്ക് ഇതൊക്കെ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടാവും. ആ സംഭവങ്ങളൊക്കെ ദാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ആങ്കിൾ ലെങ്ത്, ഫുൾ ലെങ്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഫുൾ ലെങ്ത് പറയാം. ഫുൾ ഗൗൺ ലെങ്ത്തിൽ യൂസ് ചെയ്യാം. പാന്റ് വേണമെങ്കിൽ നമുക്ക് അതിന് പാന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ കളക്ഷൻ ട്ടോ. രക്ഷയില്ല. ഇത് ഷറാറ പ്ലാസോ കാറ്റഗറി ഷോർട്ടിൽ വരുന്നത് ഫുൾ സ്വീക്കൻസ് ഹാൻഡ് വർക്ക്സ്. ഇതിന്റെ പാന്റ് ഒക്കെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ആയതുകൊണ്ട് തന്നെ പാന്റ് ഒക്കെ കണ്ടോ ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ അടിയിൽ ആ കവർ ചെയ്ത് നിൽക്കണതിലും ഫുൾ ഒരു വർക്ക് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇതുപോലെ സ്ലീവിലും ഈ ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ. കളേഴ്സ് നമ്മൾ പറയുന്ന കളർ അല്ലേ, ഒക്കെ നല്ല ഡിഫറെന്റ് കളേഴ്സ്. ഇത് കടയിൽ ഇങ്ങനെ ആൾക്കാർ വരുമ്പോ ഇതുപോലെ അങ്ങനെ കാണിച്ചത് കണ്ണടച്ച് മേടിക്കും അല്ലെ. പറയണ റേറ്റും പോരാത്തതിന് ഇതും ആ ഒരു കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ്. അതിന്റെ ഒരു കാറ്റഗറി തന്നെ വേറൊരു സൈസ്. ഇതൊക്കെ ജോർജറ്റ്, പ്യൂർ ജോർജറ്റ് ആണ്, വിസ്കോസ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം പാന്റിന്റെ ഫ്രണ്ട് സൈഡിൽ മാത്രമായിരിക്കും വർക്ക് കൊടുക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല, ബാക്ക് ഫ്രണ്ട് ഒരേപോലെ ഡിസൈൻസ് ആണ്. നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ഫുൾ വർക്ക്. പിന്നെ ഇതൊക്കെ റേറ്റുകൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഹൈ ലെവലാണ്. ഇതൊക്കെ ഏറ്റവും നോർമൽ റേറ്റിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് എത്ര കോസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റിയിട്ട് റേറ്റ് ഒക്കെ ഇതിന്റെ ഹൈലൈറ്റ് ആണ്. അതെ, ആ റേറ്റ് എനിക്ക് പറയണത് ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല, കുറച്ച് കഴിയട്ടെ, നമ്മുടെ ഇതൊന്ന് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ഇത് മൽച്ചന്തിരിയിൽ. അപ്പൊ ജോർജറ്റും മൽച്ചന്തിരിയാണ് കൂടുതൽ പ്രീമിയമിൽ പോകുന്ന ഐറ്റം. കൂടുതൽ ജോർജറ്റ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ജോർജറ്റ്. ഇതിപ്പോ ചെയ്തിരിക്കുന്ന ജോർജറ്റ് വിസ്കോസ് ജോർജറ്റ് ആണ്. പ്യൂർ ക്ലോത്തിന്റെ ഫീൽ. അതാ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത്രയും ഹെവി വർക്ക് ഇതിൽ കയറണമെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള തുണി ആയിരിക്കണം, എന്നാൽ മാത്രമാണ് അവർക്ക്. അല്ലെങ്കിൽ എന്തായിരിക്കും മൊത്തം ഓട്ടോ ഈ വർക്ക് കൊടുത്തതിന്റെ ലുക്ക് കിട്ടുന്നത് തന്നെ ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. ഇതും ഒരു ബ്ലാക്ക് അടിപൊളി ദുപ്പട്ടയൊക്കെ വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് മൾട്ടി കളർ ദുപ്പട്ട കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം. ഫുൾ മൾട്ടി കളർ വർക്ക് അല്ലേ. അതുപോലെ ഓരോന്നോരോന്ന് എടുത്തു കാണിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ആവേശം കൂടുതലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കോൺഫിഡൻസോട് കൂടിയിട്ട് ഇവർക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അല്ലെ. 100% അത്രയും ക്വാളിറ്റി. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് റിട്ടേൺ എടുത്ത് നമ്മളത് പകരം പീസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനോ നമുക്ക് പറ്റും. അപ്പൊ എല്ലാത്തിനും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ എന്താണോ, കസ്റ്റമർ ഈസ് കിങ്. ഫോർ us കസ്റ്റമർ ഈസ് കിങ്, ദാറ്റ്സ് ഓൾ. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ നമ്മളത് ഉണ്ട്, എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ട്. അപ്പൊ ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള സൈഡ് വർക്കാണ്, പക്ഷെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ടോപ്പ് അത്രയും വർക്ക്സ് കൊടുത്തോണ്ട് ഇതിന്റെ ലുക്ക് വരും. ആ ദുപ്പട്ട സിമ്പിൾ ആയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ വെയർ ചെയ്യുമ്പോഴാണ് ആ ലുക്ക് വരുള്ളൂ. പിന്നെ ഈ ഡിസൈൻസ് ഇതിന്റെ ഒരു വർക്ക് ഒന്ന് അടുത്ത് വന്ന് നോക്കുമ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാൽ മാത്രമാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ബീഡ്സ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, വീഡിയോ കോളും കാണാം. അതുപോലെ തന്നെ വീഡിയോ കോൾ കാണുമ്പോൾ ഒരു നെറ്റ് അത്യാവശ്യം റേഞ്ച് ഉള്ള സ്ഥലത്ത് വന്ന് നിൽക്കാം. കാരണം നമ്മൾ തന്നെ പ്രൊഡക്റ്റ് വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേഷൻ പ്രോപ്പർ ആയിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇതും അതേപോലെ തന്നെ ഷോർട്ട് പ്ലാസോയിൽ വരുന്ന ഷോർട്ട് ഐറ്റം ജർക്കൻ സ്റ്റോൺ വർക്ക്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് വലിയ ഹെവി വർക്ക് അല്ല. ഹാൻഡ് വർക്ക്, മൾട്ടി ത്രെഡ് വർക്ക്, ജർക്കൻ സ്റ്റോൺസ് വർക്ക്, ഇതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കസ്റ്റമറിന് പ്രിഫർ ചെയ്യുന്നത്. ഇത് ജക്കാർഡ് ഒരു വേറെ ലെവല് തന്നെ, വെറൈറ്റി ഐറ്റം. അതെ, ഒരു വേറെ ലെവല് തന്നെ. അതന്നെ പറയാനുള്ളൂ. കാരണം ഗൗണിൽ വരുന്ന സാധാരണ നമ്മൾ കാണുമ്പോ ഫീൽ ചെയ്യണത് ഒരു സ്കേർട്ട് ഇട്ടുണ്ട് ഒരു ഫീലിംഗ് ആയിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവർക്ക് പ്രത്യേകം മനസ്സിലാവും. പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത് ആണ് ജക്കാർഡ് എന്ന് പറയുന്നത്. അതിന്റെ ദുപ്പട്ടയടക്കം ഫുൾ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. കല്യാണ പെണ്ണിന് വരെ ഇടാം. അതെ, തീർച്ചയായിട്ടും. എൻഗേജ്മെന്റ് ഒക്കെ ഓഫ് കോഴ്സ് എൻഗേജ്മെന്റ് പാർട്ടീസിനൊക്കെ ഷുവർ ആയിട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റും. ഇത് വെറൈറ്റി ആയിട്ട് കേട്ടോ. ഇവര് താഴ്ത്ത് വെച്ചിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു ബുട്ടിക് ടെസ്റ്റ്. അപ്പൊ ഞാൻ നോർമൽ ഒരു സാധാരണ എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ ഒരു ഐറ്റം ഒക്കെ ആയിരിക്കും
എന്നുള്ള ധാരണയില ശരി എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ഫ്ലോറിൽ വന്ന് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് ഇവരുടെ ഈ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നത് കേട്ടോ. 3 പീസിന്റെ കളക്ഷൻ ആണ് ഇതും വരുന്നത്. ഷോർട്ട് കുർത്തി പ്ലാസോ ആണ്. പ്ലാസോക്കും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്, ദുപ്പട്ടയും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ആണ് നിങ്ങൾ ഒട്ടും നിങ്ങളൊക്കെ പ്രതീക്ഷിക്കും നല്ല ഹൈ പ്രൈസ് ആയിരിക്കും. അങ്ങനെയല്ല വർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന വർക്ക്. ഇത്രയും വർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത്രയും അഫോർഡബിൾ, ഏതൊരു കസ്റ്റമറിനും അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു വർക്ക് കണ്ടോ, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. അതുപോലെ തന്നെ ഇതിൽ പാന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് എന്തായാലും രീതിയിൽ പാന്റിന്റെ ഫ്രണ്ട് പോർഷൻ കണ്ടോ, നല്ല ഡിസൈൻ, നല്ല അടിപൊളിയായിട്ട് കൊടുക്കും. എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ കണ്ടിട്ടൊന്ന് പറഞ്ഞോളൂട്ടോ കമന്റ് സെക്ഷനില് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക്. അതുപോലെ ഇവരുടെ ഈ ഒരു കട നമ്മൾ അറിയാൻ നേരം വൈകി പോയി. അല്ല, അറിയാൻ നേരം വൈകി 6 മാസമായിട്ടുള്ള ഈ ഭാഗത്തേക്ക് വന്നിട്ട്, ഇവര് ഇതിന് മുന്നേ ആ കോൺവെൻഷൻ ഭാഗത്തായിരുന്നു. അപ്പൊ നമ്മൾ ആ ഭാഗത്തിനേക്കാളും കൂടുതൽ ഈ ഭാഗത്താണല്ലോ ഒന്ന് കണ്ടുപിടിക്കണത്. അപ്പൊ എന്തായാലും ഇനി വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം, നമ്മളുണ്ടല്ലോ ഇവിടെ. ഇതാ അതോടത്തോടത്തോടത്തോ, അയ്യോ എന്റെ ഫേവറേറ്റ് കളറാണ് യെല്ലോ, അത് വിട്ട് കളയല്ലേ. എന്നാ ഇതും ഹൈലൈറ്റ് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ട്രെൻഡിങ്ങിലായിട്ട് ഇപ്പൊ ഫിഷ് കട്ട്, അതും ഉപ്പാട സിൽക്ക് ആണ്. ഇത് ഉപ്പാട സിൽക്ക് ഫാബ്രിക്. ഓ, ഉപ്പാട സിൽക്കിലുണ്ട് അല്ലേ. ഇതിന്റെ ദുപ്പട്ടയാണ് വർക്ക് വരുന്നത്. പാന്റിലില്ല അല്ലെ, പാന്റ് പ്ലെയിൻ പ്ലാസോ. പ്ലെയിൻ ആയാലും നല്ലൊരു എലിഫന്റ് പലാസോ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയിൽ സ്കാലപ്പ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ടോപ്പാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ മറൂണും ഉണ്ട്. അല്ല, യെല്ലോ 4 കളേഴ്സ്, അടിപൊളി കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയുക. ഇതിൽ മറൂണില്ലല്ലോ, മെറൂൺ ഇല്ല. എനിക്ക് യെല്ലോ മതി. പക്ഷെ ഒരു പീസായിട്ട് കിട്ടില്ല അല്ലേ നമുക്ക് എടുക്കുമ്പോ. ഇപ്പൊ ഈ സെറ്റിൽ എത്ര ഉണ്ട് അത്ര തന്നെ ഇത് ഹോൾസെയിലാണ് പക്ക. കാരണം ഇവർ ഈ ഒരു കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീറ്റെയിൽക്കാർ അല്ലെങ്കിൽ സിംഗിൾ പീസ് യൂസ് ചെയ്യണവരോ ചോദിച്ചിരിക്കും. പക്ഷെ കണ്ടാൽ ആർക്കും ഇത് വേണ്ടി വരും. അതെ, അത്രയും അടിപൊളി ഒരു ഐറ്റാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇത്രയും അധികം ഷോപ്പുകളിലൊക്കെ പോയിട്ട് എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തന്നെ വരുന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം പറയണം കേട്ടാ. അടിപൊളിയല്ലേ, സൂപ്പർ. ഇതപ്പോ അങ്ങനെ ഒരു 4 പീസിന്റെ ഒരു സെറ്റ് ആണ് ഇത് വരുന്നത്. ജോർജറ്റ് നല്ല ഹെവി കളക്ഷൻ. അത്രയും എൻക്വയറി നമുക്ക് ഈ ഷോർട്ട് പ്ലാസോ കാറ്റഗറിക്ക് നമുക്ക് അത്രയും എൻക്വയറി ഉണ്ട്. ഇതൊക്കെ 2 ദിവസം കൊണ്ട് നമുക്കിപ്പം വന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ ഒരു നാളത്തേക്ക് ഇന്ന് ഫോട്ടോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമർ അത്രയും വീഡിയോ ഇടുമ്പോഴേക്കും സാധനമൊക്കെ കഴിയും, ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുഴപ്പമില്ലാന്നേ. അപ്പൊ അടുത്ത സാധനം പുതിയ കളക്ഷൻസ് വരും തീർച്ചയായിട്ടും. പിന്നെ ഇതൊക്കെ തീർന്നാൽ തന്നെ റിപ്പീറ്റും നമുക്ക് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാം. കസ്റ്റമൈസ് ഉണ്ടല്ലോ, 7 days മാക്സിമം അത്രേ വേണ്ടുള്ളൂ. 7 daysന്റെ ഉള്ളിൽ ചെയ്തുതരാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഏത് ചെറിയ കടയാലും വലിയ കടയാലും ഇങ്ങനത്തെ പാർട്ടി വെയർ വെക്കാൻ മറക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ കടയിലായാലും ആൾക്കാർ ഇങ്ങനെ റേറ്റ് കുറവായിരിക്കും വിചാരിച്ച് കയറി വരുന്നവരുണ്ടാവും. അവർക്ക് നമുക്ക് ഇങ്ങനെ നല്ല കളക്ഷൻസ് കൊടുക്കാമല്ലോ. റേറ്റ് കുറഞ്ഞതാ, അത്രയും റീസണബിൾ റേറ്റ് പറയണ കേൾക്കുമ്പോ എനിക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് റേറ്റ് ചോദിക്കാൻ തോന്നുന്നു, അത്രയും റേറ്റ് കുറവാണെന്ന് പറയണ. എന്തായാലും ഞാൻ ക്ഷമയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് 3 പീസിന്റെ കളക്ഷൻ അല്ലേ. ഈ ഫ്ലോർ ഫുള്ള് 3 പീസ് ആണ്. ഓക്കെ, സിംഗിൾ ഇല്ല. സിംഗിളൊക്കെ താഴത്തെ അതൊക്കെ താഴത്തെ 2 ഫ്ലോറിലായിട്ടാണ്. ഇത് പ്രീമിയം, ഇതൊരു പ്രീമിയം 3 പീസിന്റെ കളക്ഷൻ. ഇതിലെന്ന് നമുക്ക് സെറ്റിൽ എനിക്ക് തോന്നണ ബ്ലൂന് പകരം കളേഴ്സ് മാറും. ഇത് കോമൺ വൈറ്റ് കളേഴ്സിൽ 4 കളേഴ്സ്. അപ്പൊ അതില് പിസ്ത ഗ്രീൻ ഉണ്ടാവും, പിങ്ക് ഉണ്ടാവും, അങ്ങനത്തെ ഷെയ്ഡുകളായിരിക്കും വരുന്നത്. കാറ്റഗറി നാർക്കലി സ്റ്റൈലില് ഇതൊരു മൽച്ചന്തരിയിലല്ലേ. ഇതില് ഒരുപാട് കളക്ഷൻസ് ഇവര് ഇറക്കിയില് ഡിഫറെന്റ് പാറ്റേൺ ആണ്. അതാണ് ഇതിൽ കൂടുതൽ എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പാറ്റേൺസ്, നിങ്ങളുടെ പ്രൊഡക്ഷൻ ഒക്കെ എവിടെ നടക്കുന്നത്? മെയിൻ ആയിട്ട് ഇവിടെ തന്നെയാണോ? നമ്മുടെ പിന്നെ അഹമ്മദാബാദ് ഉണ്ട്, സൂറത്ത് ഉണ്ട്, ബോംബെ ഉണ്ട്, അങ്ങനെ എല്ലാ ജയ്പൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്. ഇതൊക്കെ ഇവരെ പ്രൊഡക്ഷൻ അവിടെ നിന്ന് ചെയ്തു വരുന്നതാണ്, അല്ലാണ്ട് ട്രേഡിങ് അല്ല. അത് എടുത്തു പറയാണ് കാര്യം. കാരണം ഈ നമ്മുടെ ഇവിടുത്തെ നാട്ടില് പറയുമ്പോൾ നമ്മുടെ അവർക്ക് ഡിസൈൻ ഞങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന ഡിസൈനിൽ നമുക്ക് ആ ഡിസൈൻ വേറെ ആർക്കും പോകില്ല. കണ്ണൂർ ഔട്ട്ലെറ്റ് ആണെങ്കിലും ഇവിടുത്തെ 2 ഔട്ട്ലെറ്റിലും കൂടി നമുക്ക് ഒരു ക്വാണ്ടിറ്റി, നമുക്ക് അവർ പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് അത് എടുക്കാൻ പറ്റും. ഒരു മിനിമം ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി വേണം നിർബന്ധമുണ്ട്. അതെല്ലാം ഇൻഹൗസ് മാനുഫാക്ചേഴ്സിന്റെ അടുത്തും അങ്ങനെയാണ്. അപ്പൊ ആ 2 ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ഷോപ്പിലേക്ക് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡിസൈൻസ് പിന്നെ വേറെ ഇതിലേക്ക് പോകില്ല. നമുക്ക് കൂടുതലും ഒരു 80 to 90% യൂണിക് ആണ്. അത് നമുക്ക് സ്വന്തം നമ്മുടെ ഡിസൈൻസ് നമുക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ എന്തോ ഒരു കണ്ണൂർ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉണ്ടോ? കണ്ണൂരുണ്ട്. അതാണ് ഫസ്റ്റ് തന്നെ പറയാം, 25 വർഷമായിട്ട് കണ്ണൂർ മാർക്കറ്റിലെ ഫസ്റ്റ് ഹോൾസെയിൽ ഷോറൂമാണ്. കണ്ണൂർ ടൗണിൽ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് വരുന്ന ബെല്ലാട് റോഡിലാണ് നമ്മുടെ ഷോറൂം. അതെന്ന് പറയുന്നത്
5,000 to 6,000 സ്ക്വയർ ഫീറ്റിന് ലേഡീസിന്റെ മാത്രം ഉള്ള ഔട്ട്ലെറ്റ് ആണ്. കണ്ടൊരു കാഴ്ചയാണല്ലോ. ലേഡീസിന്റെ മാത്രം. അവിടെ എന്താ പേര് വരുന്നത്? കളർഫുൾ, സെയിം കളർഫുൾ ഡ്രസ് മെറ്റീരിയൽസ്. അപ്പൊ കണ്ടൊരു കാഴ്ചയാണ്. അപ്പൊ ആക്ച്വലി 2 ഷോപ്പാണ്, ഔട്ട്ലെറ്റ് ആണ് ഉള്ളത്. ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം കണ്ണൂര്. അപ്പൊ കണ്ണൂരുകാർക്ക് ഇനി വിഷമിക്കേണ്ടല്ലോ, ഓൺലൈനും മേടിക്ക് വേണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് കിട്ടും. എത്ര 5000 സ്ക്വയർ ഫീറ്റിലാണ് മൊത്തം കളക്ഷൻസ് ഇരിക്കുന്നത്. പിന്നെ ഏതെടുത്താലും നമുക്ക് നോന്ന് പറയാൻ പറ്റില്ല, ഒക്കെ നല്ല അടിപൊളി പീസാണ് കേട്ടോ വരുന്നത്. ഇതാ ഇത് വരുന്നത് ക്രോഷ്യ ലേസിൽ അല്ലേ, ഇതില് ഡൈ ചെയ്തിട്ടുള്ള പോലെ ഫീലിംഗ് ഉണ്ട് നമ്മുടെ ക്രോഷ്യ ലേസിലൊക്കെ. കാരണം കളർ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് തന്നെ വേണം. അതുപോലെ സ്ലീവ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു, നല്ലൊരു വിത്ത് ലേസ് വർക്ക് കൊടുത്തിട്ട്, ഡൈഡ് ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, മൾട്ടി ത്രെഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, ഫുൾ ബുട്ടി, ഓൾ ഓവർ ബുട്ടി ഡിസൈൻസ് ആണ് ത്രെഡ് വർക്ക്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കളർ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, നല്ല ഷെയ്ഡ് നന്നായിട്ടുണ്ട്. വരെ വരുന്ന സൈസ്. ദുപ്പട്ടയിലും ഫുൾ ഇങ്ങനെ ഒരു ഓവറോൾ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന നേരത്തെ കാണിച്ചതിന്റെ വേറൊരു ഐറ്റം. എന്താ പറയാ, പഞ്ഞിനൊക്കെ തൊടില്ലേ അതിനേക്കാളും സോഫ്റ്റ് എന്നൊക്കെ പറയാം, അതേപോലത്തെ ഫീലിംഗ് ആണ് ഓരോരോ മെറ്റീരിയൽ നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതാ ഞാൻ പറയാം, ഒന്ന് നേരിട്ട് നമ്മൾ ഇവിടെ ഈ കടയിലേക്ക് ഫസ്റ്റ് കയറുമ്പോൾ ഫ്രണ്ട് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഇപ്പൊ എന്ത് ചെറിയൊരു കട. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ഈ ഒരു ബിൽഡിങ്ങിൽ ഇവിടെ 4 ഫ്ലോറിന്റെ മൊത്തം, ഇനി നമ്മൾ വന്നിരിക്കുന്ന 3ാമത്തെ ഫ്ലോറിലാണ്. മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ മൊത്തം ഗോഡൌൺ ആണ് ഇരിക്കുന്നത്. അത് ഈ ഗോഡൌൺ എന്ന് പറയുമ്പോൾ ഒരു ഗോഡൌണിലല്ല ഇവർ ഒതുക്കുന്നത്, 3-4 ഗോഡൌൺ ഉണ്ട്. പക്ഷെ ഈ ഒരു ഗോഡൌണിൽ ഇപ്പൊ ഹാൻഡ് പിക്ക് ആയിട്ട് കുറച്ച് ഐറ്റംസ് പെട്ടെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റോക്ക് വേണ്ട. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒക്കെ ഫുൾ ഓവറോൾ സ്റ്റോക്ക് ഒരു 100 പീസ് അല്ലെങ്കിൽ 200 പീസോളം വരുന്ന ക്വാണ്ടിറ്റി മൊത്തം നമ്മൾ മേലത്തെ ഫ്ലോറിലാണ്. അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. സാധാരണ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട്. നമുക്ക് കൊറിയർ വേണമെങ്കിൽ കൊറിയറും അയച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കാറിൽ വേണമെങ്കിൽ കാറിൽ കൊണ്ടുപോകാം. ഇപ്പൊ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? ബിൽഡിംഗിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കളർഫുളിന്റെ പേര് പറഞ്ഞാൽ അടിയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. എറണാകുളം മാർക്കറ്റിൽ ഇത്ര നല്ല പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗേ ഇല്ല. അത് ഞാൻ എടുത്തു പറയാണ്. കാരണം നമ്മള് സ്ഥിരമായിട്ട് പാർക്കിംഗ്, എന്റെ വണ്ടി വരെ ഞാൻ സ്ഥിരം ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. 100-150ഓളം കാർസ് നമുക്ക് ഇവിടെ ഓൾറെഡി പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്യാം. അതും തന്നെയല്ല, ഈ പാർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവര് ഒരു വാച്ച്മാൻ പാർക്കിംഗ് ഫീസ് എന്ന് പറയുമ്പോൾ ഒരു 500 കൊടുക്കും, നമ്മളത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അത് കൊടുത്താലും അത് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് റീഫണ്ട് ആണ്. അതിപ്പോ ഈ ബിൽഡിങ്ങിന് ഏത് ഷോപ്പിൽ നിന്നായാലും ഇപ്പൊ പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറയാണ് കേട്ടോ. അയ്യോ കാശില്ല ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ 500 രൂപ മേടിക്കണേ? ആ ഒരു പർച്ചേസ് ചെയ്യണവർക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. യോക്കാണ് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. യോക്കിന്റെ വർക്ക് ആണ്, നല്ല ഭംഗിയിലുള്ള ഒരു വർക്കാണ്. സ്ലീവും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ്. കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. അതെ, 4 ഡിഫറെന്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ ഒരു യെല്ലോ, അങ്ങനെ ഒക്കെ ഡിഫറെന്റ് ഷെയ്ഡുകളാണ് അല്ലേ? ഓക്കെ, ഇതാണ് ഷെയ്ഡുകൾ. അവിടെ വെച്ചോ. ഇതാണ് ഷെയ്ഡുകൾ വരുന്നത് കേട്ടോ. ഒരെണ്ണം പിങ്ക്, ബ്ലൂ ആൻഡ് യെല്ലോ, അങ്ങനെ 4 ഷെയ്ഡാണ് മൊത്തത്തിൽ വരുന്നത്. വൈറ്റ്, ഓഫ് വൈറ്റ് അല്ലെങ്കിൽ അതാണ് ബേസ് വരുന്നത്. പിന്നെ സൈസസ് ഡബിൾ എക്സൽ, ഇത് എല്ലാ സൈസും ഉണ്ട്. M മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കാം ഒരെണ്ണം. ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ പിടിച്ചോളൂ, എല്ലാം ഉണ്ടെന്നപ്പോ. ഇത് നോർമൽ, പക്ഷെ മെറ്റീരിയൽ ബുട്ടിക് കളക്ഷൻ. നോർമൽ ആണെന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്ക് ആയതുകൊണ്ടാണ് നോർമൽ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു ഹാൻഡ് വർക്ക് കയറ്റി കഴിഞ്ഞാൽ സംഭവം വേറെ ലെവലായി അല്ലേ? എന്നാൽ ത്രെഡ് വർക്ക് വേണ്ടവർക്ക് ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്ക് വേണ്ടവർക്ക് ഹാൻഡ് വർക്ക്. പിന്നെ വരുന്ന ദുപ്പട്ട ഫുള്ള് ലെങ്ത്തോട് കൂടിയിട്ടാണ് വരുന്നത്. ലെങ്ത്തും വിഡ്ത്തും അങ്ങനെ എല്ലാം. നിങ്ങളുടെ ഫീലിംഗ് അടിപൊളിയായിടോ. എന്നുവെച്ചാ നമ്മള് വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് ഇവിടെ കേട്ടോ. ബീഡ്സ് വർക്ക്. ഇത് ഫിഷ് കട്ടില് ബീഡ്സ് വർക്ക്, ബുംഗ്ലി വർക്ക് എന്ന് പറയും. ഈ വർക്കിനെ പറയണത് ബുംഗ്ലി വർക്ക്. ആ ബുംഗ്ലി വർക്ക് ഒന്ന് കണ്ട ഇങ്ങോട്ട് വന്നേ നിങ്ങള്. ഇതാണ് ബുംഗ്ലി വർക്ക് കേട്ടാ. അങ്ങനെ ഇത് നമുക്ക് അടിയിലത്തെ ആ ഒരു പോർഷനിലും വരുന്നുണ്ട്. പിന്നെ പ്ലാസോ പാന്റ്, പിന്നെ ദുപ്പട്ടയില് 1 സൈഡ് ആണ് ഇതില് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ജോർജറ്റ് മെറ്റീരിയൽ, നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ അതിന്റെയൊക്കെ. ഓക്കെ, പിന്നെ അടുത്ത ഐറ്റം നടുക്കില് ഫുൾ വർക്ക്. എന്നാ സ്ലീവ്, ഒരു മിനിറ്റ് പിടിച്ചേ. എന്നാ സ്ലീവും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ് പോർഷനില് സൈഡ് ഓപ്പൺ.
സ്ലീവിലും ഫുൾ വർക്കോട് കൂടിയിട്ട്, അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഇവിടുന്ന് ആ അടി വരെ ഫുൾ പോയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലുമുണ്ട് ലൈനിങ്. അങ്ങനെ പിന്നെ ദുപ്പട്ട പറയേണ്ട കാര്യമില്ലല്ലോ. ദുപ്പട്ട എല്ലാ ദുപ്പട്ടക്കും നമ്മൾ വർക്ക് കൊടുത്തു. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വർക്ക് എവിടെയും കുറയാൻ പാടില്ലല്ലോ. എല്ലാ ദുപ്പട്ടയാണെങ്കിൽ ദുപ്പട്ടെങ്കിലും നമുക്ക് വർക്ക് കൊടുക്കും. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ചോദിച്ചു പോകുന്നത് ഇത് എവിടെ നിന്നാണ്? കളർഫുൾ. ഓ, നമ്മുടെ മെറൂണിലേക്ക് എത്തി. മെറൂൺ അടിപൊളിയാണ്, മെറ്റീരിയലും സൂപ്പറാണ്. പിന്നെ ഇത് ഫിഷ് കട്ടിൽ തന്നെ, ഇതിന് ഫിഷ് കട്ടിന്. അപ്പൊ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഫിഷ് കട്ട്. ഇപ്പം ട്രെൻഡിങ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന കാറ്റഗറിയാണ് ഫിഷ് കട്ട്. ഫിഷ് കട്ട് അല്ലേ? ഓ, ഇപ്പൊ തുണി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ നമ്മള് പാകിസ്ഥാനി കോട്ടൺ, ട്രെൻഡിങ് പാകിസ്ഥാനി കോട്ടൺ. ഇത് ആക്ച്വലി ഇങ്ങനെ പാക്കിങ്ങിലാണ് വരുന്നത്. ഇതൊക്കെ ഡിഫറെന്റ് അല്ലേ വരുന്നത്? പൗച്ച് പാക്കിങ്ങിലല്ലേ വരുന്നത്? ഇതിന്റെ ലുക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആക്ച്വലി ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണാന്ന് പറയുമ്പോൾ ഭംഗി എന്ന് പറയുന്നത് ഇത് ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓവറോൾ പ്രിന്റ്. പിന്നെ ഇതിന്റെ സ്ലീവാണ് ഹൈലൈറ്റ്. പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ അവര് വന്ന് കാണട്ടെ അല്ലേ? ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കാനായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. ഇതും ഒരു ഷോർട്ടിൽ തന്നെയാണ്, പക്ഷെ ലുക്ക് എലിഗന്റ്. ഇത് വേറൊരു ഐറ്റം. ഈ മെറ്റീരിയൽ എന്താ പറയാ? ഇത് മൾഷിഫോൺ. ഇത് ചൈന ഇമ്പോർട്ടഡ് ഫാബ്രിക്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഇത് നമ്മുടെ ഇവിടുത്തെ അല്ല, ചൈന പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിലും കുർത്തി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ചൈന പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മെറ്റീരിയൽ A1 ആണ്. വേറെ ഒരു അവരെ കവച്ചു വെക്കാൻ ഒരു ഫാബ്രിക് നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്നുകൊണ്ട് അവരെ പുകഴ്ത്തി പറയല്ല, നല്ലതാണെങ്കിൽ നല്ലത് പറഞ്ഞിരിക്കും. അത് അവരുടെ ഇപ്പൊ ഫാബ്രിക്കിനെ കുറിച്ചല്ല, ഏതൊരു ഐറ്റം എടുത്ത് നോക്കിക്കോ, അവര് കഴിഞ്ഞിട്ടുള്ളൂ. അതെ, നമ്മള് വെസ്റ്റേൺസിലെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചൈന ഫാബ്രിക് ഓൺലിയാണ്. വെസ്റ്റേൺസ് കളക്ഷൻസ് ഫുള്ള് ചൈനയാണ് ഫാബ്രിക് വരുന്നത്. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇത് മെഹന്തി ഷെയ്ഡിൽ ഓവറോൾ ഇങ്ങനെ ഒരു വർക്ക്, എംബ്രോയിഡറി വർക്ക്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ വരുന്നതും ഫുൾ ബൂട്ട വർക്ക്സ് ആണ്. കളേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചം. പിന്നെ ഏതൊരു പെണ്ണിന് ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് ഇല്ലെങ്കിലും എല്ലാത്തിനുള്ളത് നമുക്ക് അൾട്രേഷൻ എല്ലാ തരത്തിലും ഇത് അൾട്രേ ചെയ്യാനും പറ്റും അങ്ങനെ. പിന്നെ ഹൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ 5-6 അടിയുള്ള പെണ്ണുങ്ങളായാലും അവർക്കും കറക്റ്റ് ആയിരിക്കും. കാരണം ലോങ്ങും ഉണ്ട് ഷോർട്ടും ഉണ്ട് അല്ലേ? മൾട്ടിയിൽ വരുന്ന വേറൊരു അനാർക്കലി കാറ്റഗറിയില് മൾട്ടിയില്. ഇതില് സൈഡിലാണ് അല്ല ദാമനിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. സ്ലീവ് വർക്കിലും വന്നിട്ടുണ്ട്. ഇത് ഇവിടെ പ്ലെയിൻ ആണല്ലോ, അപ്പൊ പിന്നെ ദുപ്പട്ട ഇടുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഇത് ഭംഗി വരുന്നത്. ഓക്കെ. ഇതിപ്പോ കാണിച്ചത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കേണ്ടി വരിക. അതെ, അത്രയും പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കാണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാണിച്ചോണ്ടിരിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ നേരിട്ട് വരെയായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ കോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പൊ പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഫോട്ടോസോ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഓ, എന്താ രസം കണ്ടാ. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അതിന്റെ പേര്. നമുക്ക് വരുന്നത് പ്രസ് ക്ലബ് റോഡ് വഴി നേരെ വരുമ്പോൾ നമുക്ക് CSB ബാങ്ക് കാണാം. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള MNF ആർക്കേഡിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്, A12 ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത്. ഓക്കെ. A12 നിങ്ങളുടെ കടയുടെ നമ്പറാണ്. ഇവിടെ നമ്പറൊക്കെ ആയി തുടങ്ങിയ. നമ്മുടെ സാധാരണ കടയുടെ പേര് പറഞ്ഞിട്ടാണ് പറയാ. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലത്തെ ഫ്ലോറിൽ ഇവർ തന്നെ എല്ലായിടത്തേക്കും നമുക്ക് കൊണ്ടുപോകും. അങ്ങനെ മൊത്തത്തിൽ 4 ഫ്ലോറാണ് ഉള്ളത്. അപ്പൊ കളർഫുൾ, കളർഫുൾ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ദൂരെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് റൂം സ്റ്റേക്കുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. പൈസ അവർ കൊടുക്കണ്ടേ? അല്ല, നമ്മൾ തന്നെ പെയ്ഡ് ചെയ്യും. ഇത് ആദ്യം പറയണ്ട. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി വന്നതല്ലേ, ഇങ്ങനൊരു സൗകര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ തന്നെ റൂം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ദൂരെ നിന്ന് വരുന്ന കസ്റ്റമർ സ്റ്റേ അവൈലബിൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് സത്യത്തിൽ ദേഷ്യം തുടങ്ങി, അത് ഇന്നലെ പറയായിരുന്നില്ലേ അല്ലേ? അപ്പൊ എന്തായാലും ആവട്ടെ. അപ്പൊ നമ്മളിപ്പോ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ഹോട്ടൽ സ്റ്റേ ഉണ്ട്. അപ്പൊ അത് ഫ്രീ ആണ് കേട്ടോ. മാർക്കറ്റിലെ ആദ്യത്തെ ഒരു വ്യക്തി. ഇതുവരെ അങ്ങനെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബുട്ടിക്ക് എവിടെയും കിട്ടാത്ത ഒരു യൂണിക് കളക്ഷൻസ്, അതും ആദ്യത്തെ ഒരു വ്യക്തി.
താങ്ക് യു. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഉണ്ട്, അതൊരു സസ്പെൻസ് ആയിട്ട് കിടക്കണം. അത് ഞാൻ മൂന്നാമത്തെ ഉണ്ട് ആക്ച്വലി പറയാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ റേറ്റ് എവിടെയും കിട്ടാത്ത ഒരു റേറ്റ്, നമ്മുടെ റേറ്റ് അതിലും ഒരു കിടക്കട്ടെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സൽമാൻ ഒരു ബൈ പറഞ്ഞ വാ, കുറെ നേരം പിന്നിൽ നിന്നിട്ട് ഞങ്ങള് നോക്കുമ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെ നമ്മുടെ സൽമാൻ ഇവന്റെ പേരെന്താ? കണ്ണൻ, സൽമാൻ, പിന്നെ താഴത്ത് ഒരുപാട് പേരുണ്ട്. അതെ, അപ്പൊ എന്താ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ ടീം എല്ലാരും കൂടി വിളിച്ചിട്ട് ഒരു ബൈ പറഞ്ഞല്ലോ താഴത്ത് പോയിട്ട്. അപ്പൊ എല്ലാം ടീമും എല്ലാരും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, നമുക്ക് പോവാം. അങ്ങനെ ഉള്ളവരെ ഞാൻ പിടിച്ചു വലിച്ചു പോകുന്നുണ്ട്. ഇതിലിപ്പോ എത്ര പെണ്ണുങ്ങൾ? 2 ആളുള്ളൂ. അതിൽ ബാക്കിയുള്ളവരൊക്കെ ഗോഡൌണിൽ ഒരുപാട് പേരുണ്ട്. ഗോഡൌൺസിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ കുറെ പേർക്ക് ക്യാമറ ഷെയ്സ് ഉണ്ട്. അങ്ങനെ കുറെ പേര് വരുന്നില്ല, വിളിച്ചിട്ട് വരുന്നില്ല. ഇത് കുറെ ആള് പുറത്തിറങ്ങി നിൽക്കുക, കടയുടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ അതിലത്തെ ഇപ്പൊ നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി അല്ലേ ഇവിടെ വർക്ക് ചെയ്യണേല്? ഹാപ്പിയാണ്. എന്താ പറയാളെ? ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് തുണിയുടെ സെക്ഷൻ അല്ല, അക്കൗണ്ടന്റ് തന്നെ. ഓക്കെ. അങ്ങനെ ഓരോരോ പോസ്റ്റ് ഓരോരുത്തർക്ക് ഉണ്ട്. നമ്മുടെ പറയ് സെയിൽസ് എന്ന് പറ. എന്താ പേര്? ലേഖ. സെയിൽസ് ഗേൾ എന്നൊന്നും പറയണ്ട, ലേഖ. നമ്മൾ സെയിൽസിന്റെ ആണ്. ഒരാള് വന്നു കഴിഞ്ഞാ അല്ലേ പറ. कैमरा सही है അതും പോട്ടെ. പിന്നെ ഹിന്ദി, മലയാളം. हिंदी मलयालम बिल्कुल नहीं आता है? आता है। हाँ तो बोलना मलयालम में. हाँ हेलो सुगम പേര് പേര് नवाज സെയിൽസില്. അടുത്ത ആള് വാടാ. നീയും ക്യാമറ ചെയ്യാ. ഒക്കെ ഇന്റർനെറ്റ് ആണല്ലോ ദൈവം ഇവിടെ. പറ പേര് പറ. എന്താ സെയിൽസിൽ തന്നെയാ? ഓക്കെ. അടുത്താള് സെയിൽസിലാണ്. കാസിം അക്കൗണ്ട്സ്. അക്കൗണ്ട്സ്. ഓ അക്കൗണ്ട്സ് രണ്ടാള്. കണ്ണൻ. സൽമാൻ. എന്നെ വേണ്ടാന്ന്, സൽമാനാന്ന്. ഓക്കെ. ഇത് കൂടാണ്ട് അവിടെ ലേഡീസ് ആയിട്ട് പുറത്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത വെച്ചാൽ കുറെ പേർക്ക് പ്രശ്നങ്ങളുണ്ട്. ക്യാമറ ഷൈ അങ്ങനെ കുറച്ച്, പിന്നെ കുറെ വേറെയും കുറെ ആൾക്കാരുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. അപ്പൊ ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകളല്ലേ, ആര് വേണമെങ്കിലും പിടിച്ചോട്ടെ. അപ്പൊ അവരൊക്കെ ഇപ്പൊ ക്യാമറയിലാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, പിന്നെ ഇപ്പൊ കാണാൻ. അതെ, അതാണ് ഇവര് ടീം. നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഓക്കെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളത്ത് മേനക റോഡിൽ, നമ്മുടെ മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ക്ലബ് റോഡ് വഴിക്ക് ഇവിടെ CSB ബാങ്ക് കാണും. അതിന്റെ ജസ്റ്റ് തൊട്ട് അടുത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്നത്. ഇനിയിപ്പോ MG റോഡ് വഴിക്ക് കയറാണെങ്കിൽ വണ്ടിയായിട്ട് വരുന്നവർക്ക് അങ്ങോട്ട് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ട്രെയിൻ വഴിക്കാണെങ്കിൽ ട്രെയിനിൽ എവിടെയാ ഇറങ്ങണ്ടേ? ട്രെയിനിൽ സൗത്തിലും ഇറങ്ങാം, നോർത്തിലും ഇറങ്ങാം. എങ്ങനെ ഇറങ്ങിയാലും രണ്ടിന്റെ സെന്ററിലാണ്. ഒരു ഓട്ടോ പിടിച്ചാൽ മതി. മാർക്കറ്റ് റോഡ് പ്രത്യേകിച്ച് ചോദിക്കാം. മാർക്കറ്റ് റോഡ് എന്ന് പറയുന്നില്ല, ഇവിടെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റ് റോഡാണ്. അവിടെ നമ്മുടെ MN ആർക്കേഡ് എന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ CSB ബാങ്ക് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, കളർഫുൾ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ വണ്ടിയായിട്ട് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ഒരു രക്ഷയില്ല കേട്ടോ, അത് ക്യാമറ ഓഫ് ചെയ്യണം, എന്നാലും ഒന്നുകൂടി പറയാതെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ബൈ.